गोविंद गोविंद हरे राम 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 हरे 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 कृष्ण 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 हरे हरे गोपिका जीवन स्मरणं गोविंद गोविंद शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्ग प्रणेतारं प्रणतोऽस्मि सदा शिवं सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते भूतनाथ सदानन्द सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः स्वामी शरणमय्यप्पा सर्वापराध रक्षकने शरणमय्यप्पा സർവാഭീഷ്ടദായകനേ ശരണമയ്യപ്പ. ഗജേന്ദ്രമോക്ഷം എന്ന കഥകളിയുള്ള ഭാഗമാണ് നമ്മുടെ കാലത്ത് പറഞ്ഞു നിർത്തിയത്. സ്വയംഭുമന്വന്തരം, സ്വാരോഗ്യശമന്വന്തരം, ഉത്തമമന്വന്തരം, താമസമന്വന്തരം, 4 മന്വന്തരങ്ങളെ പറ്റി പറഞ്ഞു. താമസമന്വന്തരത്തിനെ പറഞ്ഞപ്പോഴാണ് അതിൽ ഭഗവാൻ ശ്രീഹരിയായിട്ട് അവതരിച്ച ഒരു ഗജത്തിനെ മുതലയുടെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോഴാണ് ആ കഥ വിശദമായി കേൾക്കണം എന്ന് പറഞ്ഞത്. 3 അധ്യായത്തിൽ കൂടി ആ കഥയെ പറഞ്ഞത്. അടുത്ത 5-ാമത്തത് രൈവതൻ. രൈവത മന്വന്തരം. രൈവതനാണ് മന്വന്തരാധിപതി. വിഭു എന്നാണ് ഇന്ദ്രന്റെ പേര്. ആ മന്വന്തരത്തില് ഭഗവാൻ വൈകുണ്ഠനായിട്ട് അവതരിച്ചു എന്നവിടെ പറഞ്ഞു ചുരുക്കി. അതിനടുത്ത മന്വന്തരം ചാക്ഷുഷ മന്വന്തരം, 6-ാമത്തേത്. മന്ത്രദ്യുമ്നൻ ആണ് ഇന്ദ്രൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനപ്പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആൾ. മന്ത്രദ്യുമ്നനാണ് ഇന്ദ്രൻ. ഇപ്പോൾ വൈവസ്വര മന്വന്തരം നടക്കുമ്പോൾ പുരന്തരൻ ആണ് ഇപ്പോഴത്തെ ഇന്ദ്രന്റെ പേര്. പുരന്തരൻ എന്നാണ് ഈ മന്വന്തരത്തില്. ആ ചാക്ഷുഷ മന്വന്തരത്തില് ഭഗവാൻ അജിതനായിട്ട് അവതരിച്ചു. സമുദ്രമഥനം ചെയ്ത് ദേവന്മാർക്ക് അമൃതം സമുദ്രത്തിൽ നിന്നും അമൃതത്വം നേടിക്കൊടുത്തു എന്ന് ആ മന്വന്തരത്തിനെ പറ്റി ചുരുക്കി പറഞ്ഞു. അപ്പോഴാണ് പരീക്ഷത്തിന് അത്ഭുതമായത്. തൈരൊക്കെ കളഞ്ഞ് കേട്ടിട്ടുണ്ട്, അതൊക്കെ സാധിച്ചു എന്ന് വരാം. ഒരു സമുദ്രത്തിനെ മഥനം ചെയ്യുക, സമുദ്രത്തിനെ കടയുക എന്നുള്ളത് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ കഥയെ ഒന്ന് വിവരിച്ച് പറയണം. കാരണം ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ, ഭഗവാന്റെ സപ്പോർട്ട് ഇല്ലാതെ അങ്ങനെയുള്ള ഒരു മഹൽ കാര്യം ഒരിക്കലും ആരും കൊണ്ട് ചേർക്കാൻ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ഭഗവാൻ മാത്രമേ ചിന്തിക്കാൻ പോലും കഴിഞ്ഞുള്ളൂ സമുദ്രത്തിനെ മഥനം ചെയ്യാന്ന്. സാധാരണ ആരെങ്കിലും ചിന്തിക്കുമോ സമുദ്രത്തിനെ മഥനം ചെയ്യാന്നുള്ളത്? അപ്പൊ ആ കഥ വിസ്തരിച്ച് പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് അടുത്തുള്ള ഒരു 5-6 അധ്യായങ്ങളെ കൊണ്ട് സമുദ്രമഥനം അഥവാ പാലാഴി മഥനം എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ. ആ കഥയെ അവിടെ വിസ്തരിച്ച് പറഞ്ഞു. ഒരിക്കല് ദേവലോകമെല്ലാം കിട്ടിയ ഇന്ദ്രൻ മതോന്മത്തനായി ദേവലോകത്തിൽ കാണുന്ന കാലത്ത് ദുർവാസാവ് മഹർഷി ഇന്ദ്രലോകത്തിലേക്ക് പോയി. ഒന്ന് കണ്ടിട്ട് വരാം ദേവേന്ദ്രനെയും കൂട്ടിയൊക്കെ എന്ന് പറയാം. ഇന്ദ്രലോകത്ത് പോയപ്പോഴാണ് ഇദ്ദേഹത്തിനെ കണ്ടപ്പോ അവിടെ പാരിജാതം കൊണ്ട് മാലകൾ കെട്ടിക്കൊണ്ടിരുന്നതായിട്ടുള്ള അപ്സര സ്ത്രീകളെ, ദേവസ്ത്രീകളെ ഉടനെ തന്നെ ദുർവാസാവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ, കാരണം ഈ ദുർവാസാവ് ആള് കുറച്ച് പെശക, സന്തോഷിപ്പിച്ചാൽ എന്ത് വരം വേണമെങ്കിലും തരും. ഇല്ലെങ്കിലോ ഇവിടെയാണ് കോപം, മൂക്കിന്റെ തുമ്പിലാണ്. എന്താ ആരെ എപ്പോഴാക്കി ശപിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ കഥ വരുന്നുണ്ട്, അപരീക്ഷ ചരിതം വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാം അതിന്റെ കഥ, ദുർവാസാവിന്റെ കഥ. അങ്ങനെയുള്ള ദുർവാസാവിനെ പ്രീതിപ്പെടുത്തി സന്തോഷപ്പെടുത്താനായിട്ട് ഈ പാരിജാതം കൊണ്ട് കിട്ടുന്ന ഈ മാല ദുർവാസാവിനെ നമുക്ക് കൊടുത്തു. ഇവര് ദുർവാസാവിനെ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി.
പക്ഷേ അദ്ദേഹം ഒരു സന്യാസിയാണ്. ഈ സുഗന്ധം, ഇത്ര സുഗന്ധമൊക്കെയുള്ള മാല അതൊന്നും ധരിച്ച് ചൂടി അല്ലെ, സന്യാസിമാരതൊന്നും ചെയ്യാറില്ല. രുദ്രാക്ഷമാല വേണമെങ്കിൽ ധരിക്കും, തുളസിമാല വേണമെങ്കിൽ ധരിക്കും. പാരിജാതത്തിന്റെ മാലയൊന്നും അവർക്ക്, മുല്ലപ്പൂവിന്റെ മാല ഒന്നും അവർക്ക് ആവശ്യമില്ല. ഏതായാലും ഭക്തിയോട് തന്നതല്ലേ, സ്വീകരിച്ചു, അവരെ അനുഗ്രഹിച്ചു. ഇന്നിപ്പോ ഈ മാല എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ആലോചിച്ച് നടക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം, ഉപയോഗിക്കുന്ന ആൾക്ക് കൊടുക്കണം സാധനം. അപ്പോഴാണ് ഐരാവതത്തിന്റെ മുകളിൽ ഇന്ദ്രൻ വരുന്നത്. രജോഗുണപ്രധാനിയായിട്ടുള്ള ഇന്ദ്രൻ ഇതൊക്കെ കുറച്ച് വേണം. നല്ല ആഭരണങ്ങള്, അലങ്കാരങ്ങളൊക്കെ പ്രിയനാണ് ഇന്ദ്രൻ. തേടിയ വള്ളി കാലിൽ വിട്ടു, ഇന്ദ്രന് കൊടുക്കാം. ഇന്ദ്രനും സന്തോഷമായി. സാധനം വെറുതെ പോയില്ല എന്ന് പറഞ്ഞു. ഇന്ദ്രന് കൊടുത്തു ആ പാരിജാതത്തിന്റെ മല. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഇതൊക്കെ നന്നായിട്ട് ചൂടണം തലയില്. തൽക്കാലം ആ ഐരാവതത്തിന്റെ തലയിലൊന്ന് വെച്ചു എന്നാ പറയണത്. ഐരാവതത്തിന്റെ തലയിൽ വെച്ചപ്പോ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ആചാര്യന്മാര് പറയുന്നു ഈ പാരിജാതത്തിന്റെ സുഗന്ധം കണ്ട് വണ്ടുകൾ വന്നു എന്നും ആ വണ്ടുകളുടെ ശല്യം, അതിങ്ങനെ മൂടുന്ന സമയത്തുള്ളൊരു ശല്യവും കുത്തുന്ന സമയത്തുള്ളൊരു ശല്യവും സഹിക്കാതെ കണ്ട ഐരാവതം എന്ത് ചെയ്തു? ഇന്ദ്രൻ തലയൊക്കെ കെട്ടിപ്പണഞ്ഞ് ശരിയാക്കുന്ന സമയത്തിനകത്ത് ഈ പാരിജാതത്തിന്റെ മാല എടുത്ത് താഴത്തേക്ക് അങ്ങോട്ടിട്ടു, ഒരു ചവിട്ടും കൊടുത്തു മാലയെ. കേൾക്കണോ? ഇനി ഇതിൽ പരം പൂജ നടക്കാനുണ്ടോ? ഇതൊക്കെ ആരുടെ മുന്നിൽ വെച്ചിട്ടാ? ദുർവാസാവിന്റെ മുന്നിൽ വെച്ച്. ദുർവാസാവിന് ഇനി കോപം വരാൻ വേറെ വല്ലതും വേണോ? താൻ ഇത്രയും സന്തോഷപൂർവം നൽകിയിട്ടുള്ള ഒരു ഉപഹാരം അത് ഇന്ദ്രൻ ഇങ്ങനെയാണല്ലോ ചെയ്തത് എന്ന് ദേഷ്യം വന്നു. ഉടനെ ശാപം കൊടുത്തു. മതോന്മത്തരായ ഐശ്വര്യം അധികമുള്ള ആ മതം കാരണമാണ് നീ ഇങ്ങനെ പ്രവർത്തിച്ചത്. എല്ലാ ദേവന്മാർക്ക് അടക്കം അങ്ങ് ശമിച്ചു. നിങ്ങളുടെ സകല വിധത്തിലുള്ള സമ്പത്ത്, ഐശ്വര്യങ്ങള് എല്ലാം കൂടെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു നോക്കൂ. ഇവിടെ ചെയ്തത് ആനയാണ്. ആനയ്ക്ക് ഇപ്പൊ പാരിജാതമായാൽ എന്തായാലും എന്താ, ആനയ്ക്ക് അത് വല്ലതും അറിയൂ? അതിനുണ്ടോ പാരിജാതത്തിന്റെ സുഗന്ധം അറിയുന്നു? ചെയ്തത് ആനയാണ്. എന്നാൽ ആനയ്ക്ക് വല്ല ശാപം കൊടുത്തില്ല. എന്നാ പിന്നെ ചെയ്തത് ദേവേന്ദ്രനാണ്. എന്നാ ദേവേന്ദ്രനെ ശപിക്കാം, വിരോധമില്ല. കാരണം ആനയ്ക്കറിയില്ല, ദേവേന്ദ്രനെ അറിയാലോ ചെയ്യാൻ പാടില്ലാത്ത. ദേവേന്ദ്രനെ ശപിച്ചാൽ വിരോധമില്ല. ദേവന്മാരെ അടക്കാണ് അങ്ങോട്ട് ശപിച്ചത്. ഇത്തിരി അധികമായി പോയില്ലേ? കാരണം എന്താ? ദുർവാസാവ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ദേഷ്യം വന്ന എന്താണെന്നറിയില്ല. എല്ലാ ദേവന്മാരെ അടക്കം അങ്ങോട്ട് ശപിച്ചു. ദുർവാസാവ് പോയി. അവരുടെ സമ്പത്തൊക്കെ നശിച്ചു. ഇന്ദ്രലോകമൊക്കെ, ദേവലോകമൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അസുരന്മാരെ തട്ടിപ്പറിച്ചു. സകല സമ്പത്തും പോയി. മാത്രമല്ല ഇവരുടെ ശരീരബലമെല്ലാം പോയി. എല്ലാം വൃദ്ധന്മാരായി. വടി പിടിക്കണം, എന്നിട്ട് വേണം നടക്കാൻ. ഇല്ലാതെ പറ്റില്ല. വരച്ച് കൊണ്ടുള്ളതാണ്. എന്താ ചെയ്യുക? എല്ലാം നശിച്ചപ്പോഴ് നേരെ ഭഗവാന്റെ അടുത്ത്, ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, ഇനിയിപ്പൊ തൽക്കാലം എൻ്റെ അടുത്ത് ഉപായമൊന്നുമില്ല, നമുക്ക് ഭഗവാനെ ഒന്ന് ചെന്ന് കാണാം. എല്ലാറ്റിനും ഉള്ള ഉപാധി ഭഗവാന്റെ കയ്യിലുണ്ടല്ലോ. ഭഗവാൻ എന്താ പറയുന്നത് നോക്കാം എന്ന് പറഞ്ഞു. വൈകുണ്ഠത്തിൽ പോയി ശ്രീഹരിയെ കണ്ടു, സ്തുതിച്ചു, നമസ്കരിച്ചു. ഭഗവാനെ നമസ്കരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് പറ്റിയത്. അതുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഉപായം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നെല്ലാം പറഞ്ഞപ്പോൾ ഭഗവാനും തീരുമാനിച്ചു, ശരി, എന്തായാലും നമ്മുടെ ആശ്രയത്തിൽ വന്നവരല്ലേ, അവർക്ക് അതിനുള്ള ഉപാധികൾ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു ഉപാധിയേ ഉള്ളൂ. എന്താ ഉപാധി എന്ന് പറഞ്ഞാൽ സമുദ്രമഥനം ചെയ്യണം. സമുദ്രത്തിനെ മഥനം ചെയ്യണം. അയ്യോ, സമുദ്രത്തിനെ മഥനം ചെയ്യേ, ഇങ്ങോട്ട് വരാൻ പെട്ട പാട് ഈ വടിയും കുത്തിയിട്ട് ഞങ്ങൾക്കേ അറിയുള്ളൂ ഈ വയസ്സുകാലത്ത്. ഇനിയിപ്പോ സമുദ്രമഥനമൊക്കെ ചെയ്യാൻ എവിടെയാണ് ഞങ്ങൾക്ക് ശക്തിയുള്ളത് എന്നായി ഇവര്. ഭഗവാൻ പറഞ്ഞു, വിരോധമൊന്നുമില്ല, ഞാൻ ഉപായമൊക്കെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അസുരന്മാരെ കൂട്ടുപിടിക്കണം. കാരണം നിങ്ങൾക്കൊന്നും ശക്തിയില്ല, ശക്തിഹീനരാണ്. ശക്തിയുള്ളവർ അസുരന്മാരാണ്. അസുരന്മാരെ കൂട്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദേവേന്ദ്രൻ ഒന്ന് നോക്കി ഭഗവാനെ. ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. കീരിയും പാമ്പ രണ്ടുപേരും. അവരെ പോയി കൂട്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാൽ അവരെ കാല് പിടിക്കണം, അതൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും ഭഗവാൻ പറഞ്ഞു, ഇപ്പൊ തൽക്കാലം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നടക്കാൻ നമ്മൾ പറയില്ലേ, അതന്നെ. ഏത് കാലമായാലും പിടിച്ചേ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് ശക്തി ഇല്ലെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ.
മാത്രമല്ല ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു, നിങ്ങളിപ്പോൾ പേടിക്കൊന്നും വേണ്ട, ഈ അമൃതം കഴിച്ചാൽ അമൃതത്വം കിട്ടും, നിങ്ങളുടെ നശിച്ചു പോയ എല്ലാ ഐശ്വര്യാദി സമ്പത്തുകളും കിട്ടും, ആ ശരീരത്തിന്റെ തേജസ് ഓജസ് എല്ലാം കിട്ടും. മാത്രമല്ല അത് കഴിച്ചാൽ പിന്നെ മരണം എന്നുള്ളത് കൽപ്പാന്തകാലം വരെ ഉണ്ടാവില്ല. അതിപ്പോ ഞങ്ങൾക്ക് കിട്ടിയ വിരോധമില്ല. അപ്പൊ അസുരന്മാരെ കൂട്ടുപിടിച്ച് അമൃതം കിട്ടിയാൽ അമൃതം അവരും കഴിക്കും, അപ്പൊ അവർക്കും മരണം ഉണ്ടാവില്ല. അതെങ്ങനെയാ പറ്റുക? ഒരു ചെറിയ കഥ പറയും, അതൊന്നും വിചാരിക്കണ്ട. ഒരു പാമ്പ് പിടുത്തക്കാരന്റെ കൂട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ വഴിക്ക് ഒരു എലി, ഒരു മൂഷികം വന്നു. മൂഷികം വന്നപ്പോ പതുക്കെ പാമ്പ് ഇങ്ങനെ വിളിച്ചു, ഇങ്ങോട്ട് വാ. എലി പറഞ്ഞു, ഞാൻ വരുമൊന്നുമില്ല. ഇങ്ങോട്ട് വാ, പറയുന്നത് കേൾക്കും. ഈ കൊട്ടയിലൊരു തുളയിട്ടതായോ, എനിക്കൊന്ന് പുറത്ത് കിടക്കാനാണ്. എലി, നല്ല കാര്യമാണ്, നിനക്ക് തുളയിട്ട് തന്നാ നീ പുറത്ത് വന്നല്ലേ. ഇന്നത്തോടു കൂടി നമ്മൾ രണ്ടുപേരും ജോഡിയായി, സുഹൃത്തുക്കളാ, ഒന്നും ചെയ്യില്ല. അപ്പോ എലി വിചാരിച്ചു, ശരി വിരോധമില്ല, ഒന്ന് തുളയിട്ട് കൊടുത്തു പുറത്തു പോയാൽ നമ്മളായിട്ട് സുഹൃത്തായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവനെ പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാവം തന്റെ പല്ലുകൊണ്ട് കൊട്ടയൊക്കെ കടിച്ച് ഈ പാമ്പിന് കിടക്കാവുന്ന തരത്തിലുള്ള ഒരു തുളയുണ്ടാക്കി, ദ്വാരമുണ്ടാക്കി കൊടുത്തു. പാമ്പ് എന്ത് ചെയ്തു? പുറത്തു വന്നു. അതിൽ കൂടി കുറെ നേരമായിട്ട് അവന്റെ ഈ കുട്ടിക്കിടക്കാൻ നല്ല വിശപ്പുണ്ട്. ഈ എലിയെ തന്നെ അങ്ങോട്ട് പിടിച്ചു കഴിച്ചു, അത് പോയി ചെയ്തു. അപ്പൊ കഥയിൽ കൂടെ പോകാൻ പറഞ്ഞത്, നിങ്ങൾ ഭയക്കൊന്നും വേണ്ട, അമൃതം കരയാൻ അവരെ വിളിച്ചോളൂ, അവസാനം നിങ്ങൾക്കായിരിക്കും അമൃതം കിട്ടുക എന്നുള്ളത് വായ കൊണ്ട് നേരിട്ട് പറഞ്ഞില്ല, ഒരു കഥാരൂപത്തിൽ അവിടെ സൂചിപ്പിച്ചു ഭഗവാൻ. അപ്പൊ പിന്നെ ഇതെങ്ങനെയാ കടയാനുള്ള ഒരു ഉപാധി? മന്ദരപർവ്വതത്തിനെ കടക്കോലാക്കി കൊണ്ടുവരണം. ചില്ലറയായിട്ടുള്ള കാര്യമാണോ? മന്ദരപർവ്വതത്തിനെ കൊണ്ടുവരണം അവരുടെ കടക്കോലാക്കാൻ. ശരി, അപ്പൊ ഇതിനിപ്പോ കടയാനായിട്ടുള്ള കയറെവിടെ നിന്ന് ഉണ്ടാക്കുക? അത് നമ്മുടെ ഭഗവാന്റെ അടുത്തുണ്ട്, മഹാദേവന്റെ അടുത്തുണ്ട്. വാസുകി ചോദിച്ചാൽ കിട്ടും. വാസുകിയോട് പറഞ്ഞോളൂ. വാസുകി അങ്ങനെ വരുമോ? അവനും കൊടുക്കാന്ന് പറയുമോ? കുറച്ച് അമൃതം കൊടുക്കാന്ന് പറഞ്ഞാൽ ആരാ വരാത്തത്? അവനും വന്നോളൂ. കാരണം വാസുകിക്ക് തന്റെ ശരീരത്തെ എത്ര വേണമെങ്കിലും ഇങ്ങനെ നീളം കൂട്ടി പോവാം. അപ്പോ ഈ പർവ്വതം ചുറ്റി വരണ്ടേ? അത്രയും വലിയ കയറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ വാസുകിയായിരിക്കും അതിന് പറ്റിയത് എന്ന് പറഞ്ഞിട്ടാ ഭഗവാൻ പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ സൂചിപ്പിക്കുകയും ചെയ്തു, നിങ്ങളെ അസുരന്മാരെയും കൂട്ടുപിടിച്ച് കടയുന്ന സമയത്ത് ആദ്യം കുറച്ച് വിഷമൊക്കെ വരും. അതിലൊന്നും നിങ്ങൾ പേടിക്കണ്ട, അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അതൊക്കെ മഹാദേവൻ നിങ്ങളെ രക്ഷിച്ചു തരും, കടഞ്ഞോളൂ. പിന്നെയും പലതൊക്കെ വരും കേട്ടോ. അതൊന്നും അതിലേക്കൊന്നും നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. കാരണം നമ്മുടെ ശ്രദ്ധ ഭഗവാൻ പഠിപ്പിച്ചു തരിക. നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്കാ പോകേണ്ടത്. ലക്ഷ്യം അമൃതത്തിനാണ്. അപ്പോൾ അമൃതം കിട്ടുന്നത് വരെ കടയുക, അമൃതം മാത്രം എടുക്കാനും പാടില്ല. ബാക്കിയിലേക്കൊന്നും നിങ്ങളുടെ ബുദ്ധികള് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകരുത്, പോയാൽ കുഴപ്പമാവും. ഏതായാലും അതൊക്കെ കേട്ടുപരി വന്നു. നേരെ യുദ്ധത്തിന് വരുന്ന ദേവന്മാരെന്ന് പറയട്ടെ. വലിയ ദൂരെ നിന്ന് നോക്കുമ്പോൾ യുദ്ധത്തിന് വരികയാണെങ്കിൽ അവരുടെ അടുത്ത് മമ്പും വില്ലും വാളും ഗതിയൊക്കെ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ വടി പിടിച്ചിട്ട് കിഴവന്മാരെ ആടി കൊണ്ട് വരികയാണ്. നടക്കാൻ പോലും ശക്തിയില്ലാതെ നിൽക്കും അവർ വരട്ടെ, എന്താണെന്ന് നോക്കാം, അടുത്ത് വരട്ടെ എന്നാണ്. അടുത്ത് വന്ന് നോക്കി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇന്ദ്രന്റെ കൂട്ടരാണ്. വന്നു. എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭഗവാൻ പറഞ്ഞത്. ആദ്യം കുറച്ച് വന്നു, നിങ്ങൾക്കിപ്പോ ഇതിനു വേണ്ടിയിട്ട് എല്ലാ അമൃതം കിട്ടും. അമൃതം കഴിച്ചിട്ടുണ്ടെങ്കിൽ മൃതത്വം ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല. അത് കേട്ടപ്പോ അസുരന്മാരല്ലെങ്കിലും അതിനാണല്ലോ അവരാരെ തപസ് ചെയ്താലും, ശിവനെ തപസ് ചെയ്താലും, ബ്രഹ്മാവിനെ തപസ് ചെയ്താലും ആദ്യം ചോദിക്കുന്നത് മരിക്കാനിരിക്കാനുള്ളവരാ. അത് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് മരണം വരാത്ത മാതിരിയുള്ള എന്തെങ്കിലും ഉപാധി ഒരു വരക്കം മേടിക്കും. അതിലൊക്കെ വിട്ട് വലിയ ചെയ്യും ആ വരത്തിൽ തന്നെ. ഏതായാലും ഇപ്പൊ നേരിട്ട് അമൃതം കിട്ടുകയല്ലേ, വിരോധമല്ല, പോവാ എന്ന് ബലി പറഞ്ഞു. അസുരന്മാരും ദേവന്മാരും ഒക്കെ കൂടി വന്നു. ആദ്യം എന്ത് ചെയ്യണം? ആ മേരുപർവ്വതത്തിനെ എടുത്തുകൊണ്ടുവന്ന സമുദ്രത്തിലിടണം. മന്ദരപർവ്വതത്തിനെ എടുത്തുകൊണ്ടുവന്ന സമുദ്രത്തില് കൊണ്ടുവരണം. കടക്കൂല് മുമ്പ് വരണ്ടേ? ഇവരൊക്കെ കൂടി ഉള്ള ശക്തിയൊക്കെ വെച്ച്, അസുരന്മാർക്ക് ശക്തിയുള്ളൂ, ദേവന്മാർക്ക് വലിയ ശക്തിയൊന്നുമില്ല. എന്നാലും മുട്ടുകാലുമായി ഒന്ന് തടഞ്ഞു കൊടുക്കാൻ മാത്രമേ. ഇവരൊക്കെ കൂടി ആ മലയാളിയുടെ മുക്കി കുറച്ചൊക്കെ ഒന്ന് പൊക്കി ഒക്കെ ഒന്ന് കയറ്റി. അപ്പോഴേക്കും ചിലരുടെ കയ്യൊക്കെ കഴിഞ്ഞു, അവര് വിട്ടു, കുറെ എണ്ണം വിട്ടു.
മല അങ്ങോട്ട് വീണു താഴത്ത്. അതിൻ്റെ അടിയിൽ ഒരു 8-10,000 അപ്പം തന്നെ കാലിയായി. ഉള്ളത് തന്നെ സംഖ്യ കുറവ്. ഇതൊന്നും പിടിച്ചു പോക്കാൻ അതിനും ഒരു 8-10,000 പേര് പോയി എന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥിതി ആലോചിക്കുന്നു. ദേവന്മാരെല്ലാവരും കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് വന്നിട്ട് തൻ്റെ ഇടത് കൈ കൊണ്ട് ഒരു ആന എപ്രകാരമാണോ ഒരു താമരപ്പൂവിനെ എടുത്ത് പൊക്കുന്നത് അത്ര ലാഘവത്തോടു കൂടി ആ മന്ദരപർവ്വതത്തിനെ പൊക്കി എന്നാ പറയുന്നത്. ഭഗവാൻ അടിയിൽ നോക്കിയപ്പോൾ കുറെ എണ്ണം ചെത്ത് കിടക്കുന്നുണ്ട്. തൻ്റെ കടാക്ഷം കൊണ്ട് തന്നെ അവർക്കെല്ലാം ജീവൻ കൊടുത്തു. അവരെല്ലാം ഉയർത്തി നീറ്റു. എല്ലാവരും വന്നോളി, ഞാൻ മന്ദരപർവ്വതത്തിനെ കടലിൽ കൊണ്ടിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗരുഡന്റെ പുറത്ത് വെച്ച് കൊണ്ടുവന്ന് കടലിൽ കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് മന്ദരപർവ്വതത്തിനെ വെച്ചു. അപ്പോഴേക്കും ഇവർ പോയി വാസുകിയൊക്കെ പിടിച്ച് നടക്കും തരാം അമൃതം എന്ന് പറഞ്ഞപ്പോൾ വിരോധമില്ല എന്ന് പറഞ്ഞ് വാസുകി വന്നു. വാസുകിയെ കയറാക്കിയിട്ട് അവിടെ നിന്ന് ആ അമൃതമഥനം എന്നുള്ളത് തുടങ്ങുകയാണ്. ഗംഭീരമായിട്ട് അവിടെ പറയുന്നുണ്ട് എങ്ങനെയാ അമൃതമഥനം ചെയ്തത് എന്നൊക്കെ. എന്തായാലും ആ അമൃതമഥനം ചെയ്തിരിക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് ഈസി ആയിട്ട് മഥനം ചെയ്യാൻ പറ്റുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കഷ്ടമില്ല. ആദ്യമൊക്കെ നല്ല കഷ്ടമായിരുന്നു, പിന്നെ ഒരു കഷ്ടമില്ല, സുഖമായിട്ട്. അപ്പൊ കുറെ അസുരന്മാരും ദേവന്മാരും പറയും ഇതിപ്പോ കഷ്ടമൊന്നുമില്ലല്ലോ, വളരെ ഈസി ആയിട്ടാണല്ലോ. അപ്പോഴേക്കും വേറൊരുത്തം നോക്കി പൊട്ടന്മാരെ എവിടെയാ പർവ്വതം പോയിരിക്കുന്നു താഴത്ത്. വേറെ ഈ വാസുകിടെ ഇതും പിടിച്ചാൽ നിങ്ങൾ വലിക്കണത് എന്നിട്ട് ഈസിയാന്ന് പറയുക. മലയില്ല, ഇതിന്റെ നടുവില് കടക്കോലില്ല. അപ്പോഴാ നോക്കുമ്പോ മല കാണുന്നില്ല. അതിതാ സമുദ്രത്തിൽ മുങ്ങിയിരിക്കണം. വേഗം ഭഗവാനെ ഭജിച്ചു. ഭഗവാൻ 1,00,000 യോജന വിസ്താരത്തിലുള്ള ആ പൃഷ്ഠത്തോടുകൂടി ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള മറ്റൊരു അവതാരം, കൂർമാവതാരം കച്ചപമായിട്ട് ഭഗവാൻ അവതരിച്ചു. ആ മലയപർവ്വതത്തെ തന്റെ പൃഷ്ഠത്തിൽ താങ്ങി എന്നാ പറയുന്നത്. അങ്ങനെ അതിനെ പൊക്കിക്കൊടുത്തു. വീണ്ടും ഇവർ മഥനം തുടങ്ങി. അവിടെ ശ്രീശുകൻ പറയാണ്, ഇവർ മഥനം ചെയ്യുന്ന സമയത്ത് ആ തൻ്റെ പൃഷ്ഠഭാഗത്ത് ആ മന്ദരപർവ്വതം ഇങ്ങനെ കടങ്ങുന്ന സമയത്ത് നമ്മുടെയൊക്കെ മുതുക് ചൊറിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ഒരു സുഖം, അങ്ങനത്തെ ഒരു സുഖമേ അനുഭവപ്പെട്ടുള്ളൂ ഭഗവാൻ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഇതിൽ പൂർണ്ണമായിക്കൊണ്ട് ആ മന്ദരപർവ്വതത്തെ താങ്ങിക്കൊടുത്തു. ഇവർ കടയുന്നു. പക്ഷേ ശരിക്കും ഇവർക്ക് കടയാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഈ മന്ദരപർവ്വതത്തിന്റെ ഭാരം അതിനെ താങ്ങാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ആദ്യം തന്നെ കടയാൻ തുടങ്ങിയപ്പോൾ വാസുകിയുടെ തലയിൽ പോയിട്ട് ഭഗവാൻ പിടിച്ചപ്പോൾ ദേവന്മാരൊക്കെ തലയിൽ പിടിക്കാൻ പോയതാണ്. അസുരന്മാര് പറഞ്ഞു വാല് പിടിക്കാൻ ഞങ്ങളെ കിട്ടില്ല, വേറെ ആളെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു വിരോധമല്ലേ, ഞങ്ങൾ വാല് പിടിച്ചോളാം എന്ന് പറഞ്ഞു. ഭഗവാൻ വന്നപ്പോ ദേവന്മാരൊക്കെ വാലിന്റെ ഭാഗത്തേക്ക് വന്നു. അസുരന്മാരൊക്കെ വാസുകിയുടെ ശിരസിന്റെ ഭാഗത്ത് പോയി പിടിച്ചു. പക്ഷേ ഇവർക്കൊന്നും ആ മന്ദരപർവ്വതത്തെ വേണ്ട മാതിരി കടയാൻ പറ്റിയില്ല. കാരണം മന്ദരപർവ്വതം കടന്നിങ്ങനെ ആടുകയാണ്. ശരിക്കും നിന്ന് കടഞ്ഞാലല്ലേ കടച്ചല് ശരിയാവും. ഇതിപ്പോ പർവ്വതം തന്നെ ആടുക. അപ്പോ ഫാനിന്റെ ചക്രം തെറ്റിയ കാറ്റ് കിട്ടും. ഈ സാധനം അങ്ങോട്ട് കിടന്ന് ചുറ്റിയാലോ മുഴുവൻ എന്താ കിട്ടിയ കാറ്റ് കിട്ടുമോ? ചക്രം തിരിയാൻ എന്നാലേ കാറ്റ് കിട്ടും. എന്ന മാതിരിപ്പതി മന്ദരപർവ്വതം തന്നെ കടന്ന് തിരിയ നിവർത്തില്ല. അപ്പൊ ഭഗവാൻ അതിഥനായിട്ട് അവതാരം ചെയ്തു. അനേകായിരം കൈകളോട് കൂടിയ ഭഗവാന്റെ അജിതാവതാരം. അതിൽ ഒരു കൈ കൊണ്ട് ആ മന്ദരപർവ്വതത്തിന്റെ ശിരസിൽ കൊടുമുടിയിൽ ഇതാ ഒരു കൈ കൊണ്ട് അതിനെ പിടിച്ചു. ആ ഭഗവാൻ ആ കൈ കൊണ്ട് പിടിച്ചതോടുകൂടി മന്ദരപർവ്വതം സ്റ്റഡിയായിട്ട് അങ്ങോട്ട് നിന്നു. കടക്കോല് താഴത്തെ കൂർമാവതാരമായിട്ട് ഈ മന്ദരപർവ്വതത്തിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കണോ. തൻ്റെ ബാക്കിയുള്ള കൈകളെ കൊണ്ട് പകുതി കൈകളെ കൊണ്ട് അസുരന്മാരുടെ ഭാഗത്തും പകുതി കൈകളെ കൊണ്ട് ദേവന്മാരുടെ ഭാഗത്തും പിടിച്ച് ഭഗവാൻ ഇതാ സ്വയം ആ അമൃതമഥനം ചെയ്തു എന്നാ പറയണത്. മേഘശ്യാമ കനകവരികർണ വിദ്യോത വിദ്യന്മൂർണിഭ്രാജൽ വിലുടജഗജസ്രഗ്ധരോരക്തനേത്ര. അതിഗംഭീരമായിട്ട് ആ ഭഗവാന്റെ ആ ഭാവങ്ങളെ സ്വരൂപത്തിനെ അവിടെ എത്തിക്കുക വ്യാസൻ വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് ഇവർക്കറിയില്ല. അസുരന്മാർ വിചാരിക്കണോ നമ്മുടെ ബലത്തിലാണ്, ദേവന്മാർ വിചാരിക്കണോ നമ്മുടെ ബലത്തിലാണ് എങ്കിൽ വാസ്തവത്തില് ഇവരുടെ ഒന്നും ബലമൊന്നുമില്ല. പരീക്ഷത്തെ ഭഗവാൻ തന്നെയാണ് അടിയിൽ നിന്ന് താങ്ങിയതും മുകളിൽ നിന്ന് പിടിച്ചതും
ഇവർക്ക് രണ്ടുപേർക്കും ബലമായിക്കൊണ്ട് കൈകളാൽ കടഞ്ഞതും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് ആ മഥനം വേണ്ട വിധം അങ്ങോട്ട് തുടങ്ങിയ സമയത്ത് ആദ്യം അതിൽ നിന്നും ഹാലാഹലം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കാളകുടം എന്ന് പറഞ്ഞ വിഷമാണ് ആദ്യം വന്നത്. ആ വിഷം വന്ന സമയത്ത് ഇവരെല്ലാവരും പേടിച്ചു. ഈ പ്രപഞ്ചത്തെ തന്നെ ചുട്ടുകരിക്കാവുന്ന തരത്തിലുള്ള വിഷം എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ട ഭഗവാൻ പറഞ്ഞതനുസരിച്ച് മഹാദേവനെ പ്രാർത്ഥിച്ചു. മഹാദേവൻ പാർവതി സമേതനായിക്കൊണ്ട് അവിടെ വന്നു. അവിടെ വന്നിട്ട് ലോകഹിതത്തിനായിക്കൊണ്ട് നമ്മൾ കേട്ടിരിക്കുന്ന കഥ, വിഷം പാനം ചെയ്ത സമയത്ത് പാർവതി ദേവി കഴുത്തിന് കടന്നു പിടിച്ചു. അത് കാരണം കൊണ്ട് കഴുത്തിന് താഴത്ത് ഇറങ്ങിയില്ല എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും ഭാഗവതം പറയുന്നില്ല. കാരണം പാർവതി ദേവിക്കൊക്കെ മഹാദേവന്റെ ശക്തി എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം. മഹാദേവൻ ആ വിഷത്തിനെ സ്വീകരിച്ചു. ആ വിഷം അദ്ദേഹത്തിന്റെ കണ്ഠം വരയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹത്തിന് ഭൂഷണമായിട്ട് ഭവിച്ചു. മഹാദേവന് നീലകണ്ഠൻ എന്ന പേര് അങ്ങനെ കിട്ടി എന്നൊക്കെ ഇവിടെ പറഞ്ഞു. ഏതായാലും മഹാദേവനെ സ്തുതിച്ച് നമസ്കരിച്ച ദേവന്മാര് വീണ്ടും ഇതാ അമൃതമഥനം തുടങ്ങി. അതിൽ നിന്നും അടുത്തതായിട്ട് കാമധേനു, ഹവിർധാനി എന്ന് പറഞ്ഞ കാമധേനുവാണ് വന്നത്. ആ കാമധേനുവിനെ ഭഗവാന്റെ ആജ്ഞപ്രകാരം ഋഷികൾക്ക് കൊടുത്തു. കാരണം യാഗയജ്ഞ തപസ്സുകളൊക്കെ ചെയ്യുന്നവർക്കാണ് പശുവിൻ്റെ ആവശ്യം. അവർക്കായിട്ട് കാമധേനുവിനെ കൊടുത്തു. അത് കഴിഞ്ഞു പിന്നീട് ഉച്ചൈസ്രവസ് എന്ന് പറഞ്ഞതായിട്ടുള്ള കുതിര വന്നു. ആ കുതിരയെ മഹാബലിക്ക് കൊടുത്തു. ഐരാവതം എന്ന് പറഞ്ഞ ആന വന്നു. ആ ആനയെ ഇന്ദ്രനെടുത്തു. കൗസ്തുഭം വന്നു. കൗസ്തുഭം ഭഗവാൻ കൊടുത്തു. ഇവരെല്ലാവരും കൂടി ഒരു പ്രസന്റേഷൻ അങ്ങേച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ കൊടുത്തു. ഭഗവാൻ അത് തന്റെ കണ്ടത്തിൽ മാലയായിട്ട് ചാർത്തി. അതിൽ പിന്നെ പാരിജാതം എന്ന വൃക്ഷം വന്നു. അതിന് ദേവേന്ദ്രൻ കൊണ്ടുപോയി ഇന്ദ്രലോകത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് അവസാനം ശ്രീമദ് ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിലെ അഷ്ടമാധ്യായത്തിൽ അഷ്ടമ ശ്ലോകത്തില് അഷ്ടലക്ഷ്മിയായിക്കൊണ്ട് മഹാദേവി പ്രത്യക്ഷമായി. സമുദ്രപുത്രിയായിട്ട്. അതുകൊണ്ടാണല്ലോ സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ എന്നൊക്കെ നമ്മൾ സമുദ്രന്റെ പുത്രിയായിട്ട് മഹാലക്ഷ്മി അവതരിച്ചു. അവതരിച്ച മഹാലക്ഷ്മി തൻ്റെ കയ്യിൽ വർണ്ണമാല്യം കൊണ്ടാണ് വന്നത്. അവിടെ ഇരിക്കുന്ന ദേവാസുരന്മാരിൽ ആരാണോ ശ്രേഷ്ഠനായിട്ടുള്ളത് അവരെ വരിക്കണമെന്നായിരുന്നു ഉദ്ദേശം. വന്ന മഹാലക്ഷ്മിയെ എല്ലാവരും സ്വീകരിച്ചു, പൂജിച്ചു. മഹാലക്ഷ്മി ഓരോരുത്തരെയും നോക്കിപ്പോയി. എല്ലാവരിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ദോഷങ്ങളെ കാണാൻ കഴിഞ്ഞു. ദോഷമില്ലാത്ത ആരെങ്കിലും ആണ് എന്ന് നോക്കേണ്ടത്. എല്ലാവരിലും കണ്ട ഒരു ദോഷം, എല്ലാവരും മഹാലക്ഷ്മിയെ എനിക്ക് വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരായിരുന്നു. ലക്ഷ്മി ദേവി ആരാണോ തന്നെ ആഗ്രഹിക്കാത്തത് അവരുടെ അടുത്തേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്. നോക്കുമ്പോൾ അവിടെ മഹാവിഷ്ണു ഇരിക്കുന്നുണ്ടായിരുന്നു. നോക്കുന്ന പോലും ഇല്ല. അപ്പോൾ വിചാരിച്ചു മഹാവിഷ്ണു തന്നെയാണ് തനിക്ക് ഉത്തമനായിട്ടുള്ളത് എന്ന് പോയി ആ വർണ്ണമാല്യത്തെ മഹാവിഷ്ണുവിൻ്റെ കഴുത്തിലിട്ടു. ഭഗവാൻ മഹാലക്ഷ്മിയെ തൻ്റെ വക്ഷസ്ഥലത്ത് ഇരുത്തി എന്ന് പറയാണ്. അങ്ങനെ മഹാലക്ഷ്മിയെ മഹാവിഷ്ണു വരിച്ച ആ കഥയെ അവിടെ പറഞ്ഞു. വീണ്ടും ആ അമൃതമഥനം തുടങ്ങി. കൊട്ടും പാട്ടും ആരവവും എല്ലാം ചെയ്തുകൊണ്ട് ഗംഭീരമായിട്ട് അമൃതമഥനം നടത്തി അവസാനം അതിൽ നിന്നും ഭഗവാൻ തന്നെ സ്വയം ധന്വന്തരമൂർത്തിയായി തൻ്റെ കയ്യിൽ അമൃത കലശവും അമൃത കുംഭവും എടുത്തുകൊണ്ട് ഇതാ അവതാരം ചെയ്തു. ധന്വന്തരി അവതാരം, ഭഗവാന്റെ അവതാരം. ധന്വന്തരി അവതാരം കണ്ട ദേവന്മാരെല്ലാവരും ഇതാ കണ്ണുകളടച്ചു, കൈകൾ കൂപ്പി ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. ദേവന്മാരില്ലെങ്കിലും അങ്ങനെയാണ്, ഭഗവാനെ സ്തുതിക്കും. അവരൊക്കെ സ്തുതിച്ചു. പക്ഷേ ഈ നിയമങ്ങളൊന്നും ആർക്ക് ബാധകമില്ല. അസുരന്മാർക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. അവർ കണ്ണടയ്ക്കുക, സ്തുതിക്കുക, നമസ്കരിക്കുക, അതൊന്നുമില്ല. നോക്കുന്ന സമയത്ത് ഈ ദേവന്മാരൊക്കെ കണ്ണടച്ച് സ്തുതിച്ച് നമസ്കരിച്ച് ശ്ലോകം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇതന്നെയാ സന്ദർഭം എന്ന് വിചാരിച്ചു. അവർ ചെന്നു ഭഗവാന്റെ ധന്വന്തരമൂർത്തിയുടെ കയ്യിലുള്ള അമൃതത്തിനെ തട്ടിക്കൊണ്ടുപോയി. ഇവർ സ്തുതിയൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കുന്ന സമയത്ത് ഭഗവാൻ മാത്രമുണ്ട്, കയ്യിൽ അമൃതമില്ല.
എവിടെയാന്ന് ചോദിച്ചപ്പോൾ അസുരന്മാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എവിടെയാ അസുരന്മാർ നമ്മളെ പറ്റിച്ച് കൊണ്ടുപോയില്ലോ എന്ന് പറഞ്ഞു. ഇവരൊക്കെ കൂടി ഓടിയൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ എന്താ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുരന്മാരെ ഈ അമൃതം കിട്ടിയാൽ എന്നാ കഴിച്ചാൽ പോലെ, അതാണ് താമസം. കിട്ടിയത് കഴിക്കില്ല, അത് വെച്ച് തമ്മത്തല്ല. ഒരുത്തൻ്റെ കയ്യിലുള്ള അമൃതത്തിനെ മറ്റൊരുത്തൻ തട്ടിപ്പറിച്ചു, അവനേക്കാൾ ശക്തിയുള്ളവൻ. അപ്പോൾ അവനെ അടിച്ചു വീഴ്ത്തി വേറെ അവനേക്കാൾ ശക്തിയുള്ളവൻ തട്ടിപ്പറിച്ചു. അഹംപൂർവം അഹംപൂർവം അഹംപൂർവം, ഞാൻ മുന്നേ എന്ന് പറഞ്ഞ് തട്ടിപ്പിടിച്ച് ഇവരിതിങ്ങനെ വോളിബോൾ കളിക്കുന്നത് മാതിരി ഒരുത്തിൻ്റെ കയ്യിൽ നിന്ന് വേറൊരുത്തിൻ്റെ കയ്യിലേക്ക് വന്നു പോകുന്നത് മാതിരി ഈ അമൃതകലശം കൊണ്ട് നിൽക്കുകയാണ്. ദേവന്മാർക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭഗവാനെ സ്തുതിച്ചു. ശ്രീഹരിയെ ഭഗവാനത അത്യത്ഭുതമായിട്ടുള്ള മായാമോഹിനിയുടെ വേഷം ധരിച്ചുകൊണ്ട് അവരുടെ നടുവിൽ പ്രത്യക്ഷനായി. ഭാഗവതത്തിലെ ഈ ഒരു അധ്യായം അഷ്ടമാധ്യായമാണ്. ഭഗവാന്റെ 4 അവതാരങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മറ്റൊരു അധ്യായത്തിൽ ഭഗവാന്റെ ഇത്രയും അവതാരങ്ങൾ കാണാൻ കഴിയില്ല. ആദ്യം പൂർണ്ണമായിട്ട്, പിന്നെ അജിതനായിട്ട്, ധന്വന്തരിയായിട്ട്, ഇതായിപ്പോൾ മോഹിനിയായിട്ട്, മായാമോഹിനിയായിക്കൊണ്ട് ഭഗവാൻ അവതരിച്ചു. ആ രൂപം സൗന്ദര്യം കണ്ടാൽ തന്നെ ആരും മോഹിച്ചു പോകും. എന്താ ഈ രൂപം എടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ തമോ ഗുണപ്രധാനികളായിട്ടുള്ള അസുരന്മാര് ഇപ്പോൾ അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരുടെ അടുത്ത് നീ അമൃതകലശം തട്ടിപ്പറിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും സാധ്യമായിട്ടുള്ള കാര്യമില്ല. എങ്ങാനും അവരതൊക്കെ പൊട്ടിച്ച് തിരിച്ച് കളഞ്ഞാൽ ചെയ്ത പണിയൊക്കെ വൃത്തിയാവും. അപ്പൊ എന്ത് വേണം? അവരെ എപ്രകാരമാണോ തൻ്റെ കയ്യിൽ നിന്നും ദേവന്മാരെ ചതിച്ച് ഈ അമൃതം അവർ തട്ടിക്കൊണ്ടുപോയത്, അതേ പ്രകാരം അവരിൽ നിന്നും, അതായത് നമ്മൾ പറയാറില്ലേ, മസ്തം കുത്തിയിട്ട ഇളവൻ മുളച്ചില്ല അല്ലേ? പെണ്ണ് കുത്തിയാൽ കമ്പ് വരുമോ? നമ്മളെ എന്ത് പാപം ചെയ്തു അത് തന്നെയാണ് നമുക്ക് തിരിച്ച് ദുഃഖമായിട്ട് വരിക. ഇവിടെ ഇവര് അതാണ് ചെയ്തത്. ധന്വന്തരമൂർത്തിയായിട്ടുള്ള ഭഗവാനെ വഞ്ചിച്ചു. കൂടെ നിന്ന് അമൃതം കടഞ്ഞ് ദേവന്മാരെ വഞ്ചിച്ചു. സ്വാർത്ഥികളായി മാറി. അവരുടെ ആ സ്വാർത്ഥഭാവം കൊണ്ട് തന്നെ ഭഗവാൻ അവർക്ക് അതിനുള്ള മറുപടിയും കൊടുത്തു എന്നുള്ളതാണ്. അല്ലാതെ പലരും ചോദിക്കും, ഭഗവാൻ അങ്ങനെ ഒരു ദേവന്മാരുടെ പക്ഷം കൂടാൻ പാടുണ്ടോ? അമൃതമഥനം ചെയ്യാൻ അസുരന്മാരും സഹായിച്ചതല്ലേ? അപ്പോൾ ഒരാളോട് മാത്രം പ്രീതി, മറ്റൊരാളോട് ശത്രുത, അങ്ങനെ പാടുണ്ടോ എന്ന് വെച്ചാൽ ഭഗവാൻ എല്ലാവരും ചെയ്ത അസുരന്മാരാണ്. അവരെ ധർമ്മമായ മാർഗത്തിലല്ല അതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവരെ വഞ്ചിച്ചു. അപ്പൊ അവരെയും വഞ്ചിച്ചു ഭഗവാൻ. അത്രയേ ഉള്ളൂ. അവരുടെ മുന്നിലേക്ക് ഈ മോഹിനി വേഷം കെട്ടി ഭഗവാൻ പോയി. കാരണം താമസ ഗുണപ്രധാനികളായ അസുരന്മാർക്കുള്ള 2 മൈനസ് പോയിന്റ് മദ്യവും മധുരാക്ഷിയുമാണ്. ഇത് രണ്ടും കണ്ടാൽ പിന്നെ അവര് തമ്മിൽ വേണമെങ്കിൽ അടിച്ചു ചാവും. അങ്ങനെയുള്ള അസുരന്മാരുടെ കഥയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അസുരന്മാരുടെ കഥ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ചാവും. അപ്പോ ആ വേഷം തന്നെ ധരിച്ചുപോയി. ഈ വേഷം കണ്ടതോടുകൂടി ഇത് അവർക്ക് അമൃതമൊക്കെ മറന്നു. അവര് ആരാ നീ, എവിടെന്നാ വരുന്ന, എന്താ പേര് എന്നൊക്കെ കുറെ അസുരന്മാരെ ആലോചിക്കാൻ തുടങ്ങി. വേറൊരു ബുദ്ധിയുള്ള അസുരം എന്ന് പറഞ്ഞു, എടാ ആവശ്യമുള്ളത് അന്വേഷിക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യം, അവളുടെ പേരെന്താ, നാടെന്താ, എവിടെന്നാ വരുന്നത്, ഇതൊക്കെ അന്വേഷിച്ചിട്ട് കാര്യം. നീ കല്യാണം കഴിച്ചതാണോ? അതല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്. നമ്മളെ കെട്ടിയതാണോ? വേണ്ട, ബാക്കി എവിടെ നിന്ന് വന്നാൽ നമുക്ക് എന്ത് പോയി, ആദ്യം അതല്ലേ അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞു. ചോദിച്ചു ഒരുത്തൻ. അവള് പറഞ്ഞു, എനിക്ക് ഊരും പേരും നാടും ഇതൊന്നുമില്ല, ഞാനിങ്ങനെ അലഞ്ഞു നടക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞു. അതൊന്നുമല്ല, ഞങ്ങൾക്ക് തന്നെ ഒത്തിരി ഇഷ്ടമായി, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു തർക്കം, ആരായി അമൃതം കഴിക്കേണ്ടതെന്ന്. ഈ കുടം മേടിച്ച് ഞങ്ങൾക്കൊക്കെ നിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ തന്നെ സ്വർണത്തിൻ്റെ കുടം, അതിന് നിറച്ചു അമൃത്, അത് നിന്റെ കൈ കൊണ്ട് വിളമ്പി തന്നാൽ ഉണ്ടാവുന്ന ഒരു സന്തോഷം പറയാൻ പറ്റുമോ? ഒന്ന് വിളമ്പിത്തായോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എന്നെ പോലെയുള്ള സ്ത്രീകളൊന്നും വിശ്വസിക്കരുത് കേട്ടോ. നന്നെ വിശ്വാസമുള്ളൂ, ആരെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ ഉള്ളൂ. വിളമ്പി തരണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഭഗവാൻ അമൃതകുംഭം മേടിച്ചു. എല്ലാവരോടും പറഞ്ഞു കുളിച്ചു വന്നാൽ 2 വരിയായിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞു. എല്ലാവരും കുളിച്ചു വന്നു. ദേവന്മാരൊരു വരി, അസുരന്മാരൊരു വരിയായിട്ട് 2 വരിയായിട്ട് ഇരുന്നു. ഭഗവാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ ചെയ്യുക, അതിൻ്റെ നടുവിൽ നിന്ന് നിങ്ങൾ കൈ കടത്തരുത്. അസുരന്മാർ പറഞ്ഞു, എൻ്റെ ഇഷ്ടമാതിരി ചെയ്താൽ മതി. അപ്പോൾ അവിടെ സമ്മതവും കൊടുത്തു. ഇഷ്ടം പോലെ ചെയ്തോ എന്നുള്ള സമ്മതവും കൊടുത്തു വന്നു.
എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. അസുരന്മാരോട് പറഞ്ഞു, കണ്ണടച്ചിരുന്നോളൂ, ഞാൻ ഈ ദേവന്മാർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ സ്വാദം നോക്കാൻ, നക്കി നോക്കാനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പുതിയന്മാരെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിളമ്പിത്തരാം, സുഖമായിട്ട് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചുകൊണ്ടിരുന്നു. ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഇടയിൽ പോകുന്ന സമയത്ത് ആ കാലിലുള്ള പാദസരമൊക്കെ അരയിലുള്ള അരഞ്ഞാനൊക്കെ കുലുങ്ങുമ്പോൾ അസുരന്മാർക്ക് ഒരു നല്ലൊരു സുഖം, ഒരു മോഹം. അവർ കണ്ണടച്ചിരുന്നു. ദേവന്മാർക്ക് വിളമ്പിക്കൊണ്ട് പോകുന്നു. നടുവിലെ സ്വർഭാനം എന്ന് പറഞ്ഞ ഒരു അസുരൻ ഉണ്ടായിരുന്നു. അവൻ ഇത്തിരി ബുദ്ധിശാലിയാ. അവൻ വിചാരിച്ചു എന്തോ പന്തികേടാണ്, ഇങ്ങോട്ടൊന്നും വരുന്നില്ല. പതുക്കെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അസുരന്മാരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അവിടെ ദേവന്മാർക്ക് ഭഗവാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അവരിങ്ങനെ അമൃതം സേവിക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം അവൻ എന്ത് വിചാരിച്ചു, അവരുടെ കൂടെ ഇരുന്ന് താൻ അങ്ങോട്ട് അമൃതം. കാരണം ഈ അസുരന്മാര് സ്വാർത്ഥികളാണല്ലോ, അതുകൊണ്ട് സ്വാർത്ഥഭാവേ അവർക്കുള്ളൂ. താൻ ആദ്യം അമൃതം കഴിക്കുക, എന്നിട്ട് ഈ കഥ എല്ലാവരോടും പറയാം എന്ന് പറഞ്ഞ് ആരും അറിയാതെ വന്ന സൂര്യന്റെയും ചന്ദ്രന്റെയും നടുവിലിരുന്നു. കൈ നെറ്റി ഭഗവാൻ ഒഴിച്ചു കൊടുത്തു, കഴിക്കുകയും ചെയ്തു. ഇവൻ വായിലേക്ക് ഒഴിച്ച സമയത്താണ് സൂര്യനും ചന്ദ്രനും ഭഗവാനെ കണ്ടുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇവൻ നമ്മുടെ ഗ്രൂപ്പല്ല കേട്ടോ, ഇവൻ മറ്റേ പാർട്ടിയാണ്. ഭഗവാൻ നോക്കി തൻ്റെ സുദർശനം അയച്ചു, അവൻ്റെ തലയങ്ങടുകൾ. അപ്പോഴേക്കും അവൻ്റെ അമൃതം ഈ കഴുത്ത് വരെ പോയിരുന്നു. അത് കാരണം കൊണ്ട് കഴുത്തിന് മുകളിലുള്ള ഭാഗം അവൻ ചൈതന്യമായി ഉടലെ ചൈതന്യമില്ലാതെ പോയിരുന്നു. അതാണ് രാഹു കേതു എന്ന് പറഞ്ഞ 2 ഗ്രഹങ്ങളായി മാറിയതെന്നൊക്കെ കഥ. അങ്ങനെയുള്ള ആ രാഹുവിനെ ഇവർ കാണിച്ചു കൊടുത്തത് കാരണം കൊണ്ട് സൂര്യചന്ദ്രന്മാരായിട്ട് ശത്രുതയുണ്ടായിരുന്നു. സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടാപ്പം പിടിച്ചു വിഴുങ്ങുന്നത്രേ. വിഴുങ്ങിക്കഴിഞ്ഞാൽ എന്താ ഫലം? വിഴുങ്ങിയെന്ന് വിചാരിക്കുമ്പോഴൊക്കെ കഴുത്തിന് താഴെ ശരീരമില്ലാത്തത് കൊണ്ട് അവർ പിന്നെയും പുറത്തു വരും. അങ്ങനെയാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണമൊക്കെ ഉണ്ടാവുന്നത് എന്നൊരു കഥ ഇവിടെ എഴുതിയിട്ടില്ല, എന്നാലും കഥ കേട്ടിട്ടുള്ളത് മറ്റു പുരാണങ്ങളിലൊക്കെ ഉണ്ട്. ഏതായാലും അപ്പോഴേക്കും ഇവൻ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അസുരന്മാർ കണ്ണു തുറന്നു. അപ്പോഴേക്കും ഭഗവാൻ ദേവന്മാർക്ക് അമൃതെല്ലാം കൊടുത്തു. അവർ കണ്ടു നിൽക്കെ ഭഗവാൻ തൻ്റെ സ്വരൂപം വിഷ്ണു രൂപം സ്വീകരിച്ചു. അവരുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി പോയപ്പോഴാണ് അസുരന്മാർക്ക് മനസ്സിലായത് ഭഗവാൻ നമ്മളെ വഞ്ചിച്ചു, നമുക്ക് അമൃതം തന്നില്ല എന്ന്. വളരെയധികം ദേഷ്യമായി. അവിടെ നിന്ന് അതിഗംഭീരമായിട്ടുള്ള യുദ്ധമാണ് അസുരന്മാരും ദേവന്മാരുമായിട്ട് ഉണ്ടായത്. ബലി പോലും ആ യുദ്ധത്തിൽ മരിച്ചു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആർക്കും ജയവുമില്ല, തോൽവിയുമില്ല. അമൃതപാനം നടത്തിയത് കൊണ്ട് ദേവന്മാരെ അസുരന്മാർക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. ഈ ദേവന്മാരാൽ വധിക്കപ്പെട്ട അസുരന്മാരെയൊക്കെ ശുക്ര മഹർഷി തൻ്റെ മൃതസഞ്ജീവനി എന്ന മന്ത്രം കൊണ്ട് ജീവിപ്പിച്ചു. ബലിയും അങ്ങനെയൊക്കെ ഇന്ദ്രൻ കൊല്ലുത്ര, പക്ഷെ ബലിയെയും ജീവിപ്പിക്കും ശുക്രൻ എന്നാണ് പറയുന്നത്. ഈ യുദ്ധം കുറെ ആയപ്പോൾ നാരദൻ വരും നടുവില്. ബ്രഹ്മാവ് പറഞ്ഞയച്ച് എന്നിട്ട് ബലിയെ ഇന്ദ്രനെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തിനാ യുദ്ധം ചെയ്യണത്? എത്ര കാലം യുദ്ധം ചെയ്തിട്ടും കാര്യമില്ല. ഈ ദേവന്മാരെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയില്ല, കാരണം അവർ അമൃത സേവിച്ചു കഴിഞ്ഞു. ഇനി ഈ അസുരന്മാരെ കൊല്ലാൻ പോയിട്ട് നിങ്ങളും കാര്യമില്ല, കാരണം അവരെ ശുക്ര മൃതസഞ്ജീവനെ കൊണ്ട് ജീവിപ്പിച്ചിരിക്കുന്നു. അത് കാരണം നിങ്ങൾ യുദ്ധമൊക്കെ നിർത്തിയിട്ട് അവരുടെ സ്ഥലത്തേക്ക് പൊക്കോളൂ എന്ന് നാരദൻ പറഞ്ഞു. ഏതായാലും നാരദന്റെ ഉപദേശം സ്വീകരിച്ച് അവർ രണ്ടുപേരും സ്വസ്ഥാനത്തേക്ക് മടങ്ങി എന്നുള്ള ആ അമൃതമഥനം എന്ന് പറഞ്ഞ ആ കഥ അവിടെ വിശദീകരിച്ചു പറഞ്ഞു. ആ ചാക്ഷുഷമന്വന്തരത്തിലെ അമൃതമഥനം എന്ന കഥയെ അവിടെ വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ ആ മന്വന്തരത്തിലുള്ള വേറെ ചില കഥകളെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. തൽക്കാലം സമയപരിധി അധികമില്ലാത്തത് കാരണം കൊണ്ട് നമ്മൾ ആ ഭാഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ആ കഥകളിലാണ് വീണ്ടും മഹാബലി വരുന്നതും ദേവന്മാരായിട്ട് യുദ്ധം ചെയ്യുന്നതും ദേവലോകത്തിനെ തൻ്റെ അധീനത്തിലാക്കുന്നതും ത്രിലോകത്തിലെ രാജാവായിട്ട് ഭരിക്കുന്നതും അസുരന്മാരുടെ ശല്യം സഹിക്കുകയ്യാതെ ദേവന്മാരെല്ലാം പല സ്ഥലങ്ങളിലായി ഒളിഞ്ഞിരിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോഴാണ് ദേവന്മാരുടെ അമ്മയായിട്ടുള്ള അതിഥി ദേവിക്ക് മനസ്സിന് വളരെയധികം വിഷമമായി. തൻ്റെ പുത്രന്മാരെ ദുഃഖിക്കണം. പുത്രന്മാരെ ദുഃഖിച്ചത് കാണുമ്പോൾ ഏതമ്മയ്ക്കും മനസ്സിന് സങ്കടമുണ്ടാകും. അതാണ് ഇവർക്കും ഉണ്ടായത്. ആ സങ്കടം കൊണ്ടിരിക്കുന്ന അവരെ
തൻ്റെ ആശ്രമത്തിലേക്ക് ഭർത്താവായ കശ്യപ മഹർഷി വന്നു. കശ്യപ മഹർഷി വന്ന സമയത്ത് കശ്യപ ഋഷിയോട് ചോദിച്ചു, ഇതിനുള്ള ഒരു നിവാരണം ഉണ്ടാവണം. എങ്ങനെ ആയാലും എൻ്റെ മക്കൾക്ക് തിരിച്ചുപോയ, ഇന്ദ്രനടക്കമുള്ള മക്കൾക്ക് തിരിച്ചുപോയ സമ്പത്ത്, സൗഭാഗ്യം, ഐശ്വര്യങ്ങൾ തിരിച്ചു കിട്ടണം. അതിനെന്തെങ്കിലും ഒരു ഉപാധി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് പയോവ്രതം എന്ന് പറഞ്ഞ ഒരു വ്രതം 12 ദിവസം കൊണ്ട് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പയോവ്രതത്തെ പറഞ്ഞു കൊടുത്തു. ഭഗവാനെ പയസ്സുകൊണ്ട് ആരാധിക്കുക. പയസ് എന്ന് പറഞ്ഞാൽ പാലെന്ന അർത്ഥം. പാല് കൊണ്ട് അഭിഷേകം ചെയ്യുക, പാല് കൊണ്ടുള്ള ദ്രവ്യങ്ങൾ ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിക്കുക, അത് തന്നെ നമ്മൾ കഴിക്കുക. പിന്നെ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ആ വ്രതം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ പണ്ട് ദിതിദേവി മറ്റൊരു ഭാര്യ ചോദിച്ചപ്പോൾ പുംസവനം 12 മാസം അതികഠിനമായിട്ടുള്ളതാണ് പറഞ്ഞു. കാരണം അവിടുത്തെ സങ്കല്പം വേറെയായിരുന്നു. ഇവിടുത്തെ സങ്കല്പം നമ്മുടെ നല്ലതാണ്, തൻ്റെ പുത്രന്മാർ നന്നായിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. പയോവ്രതം പറഞ്ഞു കൊടുത്തു, പയോവ്രതം അനുഷ്ഠിച്ചു അതിഥിദേവി. അവസാനം ഭഗവാൻ സ്വയം വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. അമ്മയോട് ചോദിച്ചു, സന്തോഷമായി, എന്തിനാ ഇപ്പം എന്നെ ആരാധിച്ചത്? ഇപ്പോൾ പറഞ്ഞു, എൻ്റെ പുത്രന്മാരെല്ലാം വളരെ കഷ്ടത്തിലാണ്, ഇന്ദ്രനിപ്പോൾ ഒരു സ്ഥാനമില്ലാണ്ടിരിക്കുകയാണ്. ആ ഇന്ദ്രലോകം അവരുടെ കഴിച്ച സമ്പത്ത്, ഐശ്വര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം, മേടിച്ചു കൊടുക്കണം, അതിനാണെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ മഹാബലിയെ ഒരു യുദ്ധം ചെയ്ത് മഹാബലിയിൽ നിന്നും പിടിച്ചു മേടിക്കാൻ കഴിയില്ല. കാരണം മറ്റുള്ള അസുരന്മാരെ മാതിരിയല്ല മഹാബലി. സത്യസന്ധനാണ്, ധർമ്മിഷ്ഠനാണ്. അത് മാത്രമല്ല, ബ്രാഹ്മണരെ, ഗോവിനെ, വിപ്രന്മാരെ, ഋഷികളെ എല്ലാവരെയും പൂജിക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള മഹാബലിയെ പോയി എതിർക്കുക ശരിയല്ല. കാലവും അദ്ദേഹത്തിന് അനുകൂലമാണ്, ഗുരുവിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു ബലിയെ ഞാൻ പോയി യുദ്ധം ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അമ്മ എന്നെ ഭജിച്ചത് കാരണം കൊണ്ട് ഞാൻ നിവൃത്തിമാർഗം ചെയ്യാം. അമ്മയുടെ പുത്രനായിട്ട് തന്നെ ഞാൻ ജനിച്ച് മഹാബലിയിൽ നിന്നും ഈ നഷ്ടപ്പെട്ടതിനെയെല്ലാം ഭിക്ഷയായി ദാനത്തിൽ മേടിച്ച് അമ്മയ്ക്ക് തരാം, അമ്മയുടെ മക്കൾക്ക് തരാം എന്ന് പറഞ്ഞ് ഇത് ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമായി കശ്യപ ഋഷി വന്നു. ആരോടും പറയണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ത്രികാലജ്ഞാനിയായി അദ്ദേഹത്തിന് അറിയാം. ചോദിച്ചു, ഭഗവാൻ പ്രത്യക്ഷമായില്ലേ, ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു പോയത് എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു. ശരിയാ, കാരണം ഭഗവാൻ ആരോടും പറയണ്ട എന്ന് പറഞ്ഞാലും കശ്യപ ഋഷിക്ക് തൻ്റെ ജ്ഞാനം കൊണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതാ അപ്രകാരം തന്നെ ഭഗവാന്റെ ആ മറ്റൊരു അവതാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. 18ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിലുള്ള ഇത്തം വിരിഞ്ച സ്തുതകർമ്മ വീര്യ പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജ ശങ്കഗദാബ്ജചക്രപിശങ്കവാസ നളിനായതേക്ഷണ. ഭഗവാന്റെ വാമനാവതാരമാണ്. ത്രിവിക്രമനായിട്ടുള്ള ഭഗവാന്റെ വാമനാവതാരം അവിടെ പറഞ്ഞു. ഭഗവാൻ അതിഥി ദേവിക്കും കശ്യപനും ദ്വാദശ ആദിത്യന്മാരിൽ 12ാമത്തെ ആദിത്യനായിക്കൊണ്ട് വാമനനായിക്കൊണ്ട് അവതരിച്ചു. ഭഗവാനാണ് അവതരിച്ചിരിക്കുന്നത്. അവതരിച്ചു ഉടൻ തന്നെ ഒരു 7 വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ ജനിച്ചു എന്നൊന്നും നമ്മളിപ്പോൾ പറയാം, കൃഷ്ണജന്മം എന്നൊക്കെ പറയുന്നുണ്ട്, അതൊന്നും വിരോധമില്ല സാധാരണ ഇത്. പക്ഷെ ഭാഗവതമൊക്കെ അവതരിച്ചു, ആവിലാസി എന്നൊക്കെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം നമ്മളെ മാതിരിയുള്ള ഒരു ജനനമൊന്നും ആർക്കില്ല, ഭഗവാനില്ല. നമ്മളെ കർമ്മങ്ങളെ കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്, കർമ്മഫലമായിട്ടാണ്. ജന്മത്തിൽ നമുക്ക് സ്വതന്ത്രമില്ല. പുരുഷനായി ജനിക്കണോ, സ്ത്രീയായി ജനിക്കണോ, എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം, ഏത് ശരീരം, എപ്പോ. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ സ്വയം തീരുമാനിച്ചാണ്. അവതാരമാണ് ഭഗവാൻ. വാമനമൂർത്തിയായി അവതരിച്ചു. ഭഗവാനാണ് അവതരിച്ചത് എന്നറിഞ്ഞ എല്ലാവരും കൂടി, ഋഷികളും മുനികളും എല്ലാവരും കൂടി ഭഗവാനെ, അതും എന്താ ഒരു വടുവായിട്ടാണ്. വടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രഹ്മചര്യത്തിലേക്ക് കിടക്കേണ്ട പ്രായം. പൂണൂൽ
ഇട്ട് ഉപവീതം ഇട്ടുകൊണ്ട് ബ്രഹ്മചര്യത്തിലേക്ക് പ്രവേശിക്കേണ്ട പ്രായത്തിലാണ് ഭഗവാൻ വന്നിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത്. മനസ്സിലാക്കിയ ഇവരെല്ലാവരും കൂടി ഓരോരുത്തരും അവിടെ പറയുന്നുണ്ട് വളരെ ഇതായിട്ട്. ആരെന്തൊക്കെ കൊടുത്തു, അക്ഷമാല കൊടുത്തു, കമണ്ഡലം കൊടുത്തു, തുളസിമാല കൊടുത്തു, വസ്ത്രം കൊടുത്തു, കൗപീനം കൊടുത്തു, കമണ്ഡലം കൊടുത്തു, ആരെന്തൊക്കെ കൊടുത്തു, ഛത്രം കൊടുത്തു, രാമനം കൊടുത്തു, അതൊക്കെ അവിടെ പറയുന്നു. എന്തായാലും അതിലേക്കിപ്പോൾ ദീർഘമായിട്ട് പോകുന്നു. അവസാനം ആ സാക്ഷാൽ അന്നപൂർണേശ്വരിയായിട്ടുള്ള അംബികാദേവി ബ്രഹ്മസൂത്രം ഉപവീതം ബൃഹസ്പതി കൊടുത്തു, സരസ്വതി മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അമ്മയായിട്ടുള്ള അന്നപൂർണേശ്വരി ദേവി ബ്രഹ്മചാരികൾക്ക് ആദ്യം ഭിക്ഷ മേടിക്കാനുണ്ട്. ബ്രാഹ്മണരൊക്കെ യജ്ഞോപവീത ധാരണം കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർക്ക് പിന്നെ ആ യജ്ഞോപവീതം ധരിച്ചു കഴിഞ്ഞാൽ ഭിക്ഷ യാചിച്ചു വേണത്രേ ആഹാരം കഴിക്കാൻ. സ്വന്തം വീട്ടിലിരിക്കരുത്, പൊയ്ക്കൊള്ളണം. ഏതെങ്കിലും ഗുരുവിൻ്റെ ആശ്രമത്തിൽ ചെന്ന് പഠിക്കുക, അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടത് പോയി ഭിക്ഷ എടുത്ത് കൊണ്ടുവരിക, ഗുരുവിനും സമർപ്പിക്കുക, താനും കഴിക്കുക. അങ്ങനെയൊക്കെയാണ് ബ്രഹ്മചര്യത്തിന് വേണ്ടത് എന്ന് പറയുന്നത്. ഇപ്പോഴതൊക്കെ താൽക്കാലികമായിട്ട് ഒരു തട്ടെടുത്ത് നിൽക്കും. ഭവതി ഭിക്ഷാന്തേഹി എന്ന് പറയും മന്ത്രം. അമ്മയാണ് ആദ്യം ഭിക്ഷ കൊടുക്കുന്നത്. കാരണം ആദ്യം ചോദിക്കുന്നവരില്ല എന്ന് പറയരുത്. നമ്മളങ്ങനെയാണല്ലോ അല്ലേ, കച്ചവടക്കാരങ്ങനെയാണല്ലോ. ആദ്യം പോയിട്ട് കടം ചോദിച്ചാൽ കൊടുക്കില്ല. ആദ്യം ആരെങ്കിലും വന്ന് ധോണിയാവണം, 5 10 കൊടുത്ത് മേടിക്കണം. പിന്നെ രണ്ടാമതൊരാൾ പോയാൽ കടം ചോദിച്ചാൽ കൊടുക്കും. എന്നാൽ ആദ്യം ചോദിച്ചവരില്ല. അപ്പം ഇല്ല എന്ന് അമ്മ മാത്രം ഇല്ല എന്ന് പറയില്ല അമ്മ ഒരിക്കലും. ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ പറഞ്ഞൊരു ഇല്ല കേട്ടോ, അടുത്ത വീട്ടിൽ പൊക്കോളൂ എന്ന് പറയും. അമ്മയോട് ചോദിച്ചാൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്ക്. അതുകൊണ്ടാണ് സ്വന്തം അമ്മയുടെ അടുത്ത് ആദ്യം ഭിക്ഷ മേടിക്കും. ഭവതി ഭിക്ഷാന്തേഹി, അമ്മ ആദ്യം ഭിക്ഷ കൊടുക്കും, പിന്നെ ബാക്കിയുള്ളവരൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള ചടങ്ങൊക്കെ ഇപ്പം ചടങ്ങ് മാത്രമായിട്ട് നടക്കും. ഏതായാലും ആ ഭിക്ഷയാണ് ഇനി എടുക്കേണ്ടത്. സ്വന്തം ഗൃഹത്തിൽ നിൽക്കാൻ പാടില്ല. കമണ്ഡലം, ഒരു കൊട, ഇതെല്ലാം എടുത്തുകൊണ്ട് പ്രസ്ഥാനം ചെയ്തു. അവിടെ നിന്ന് നേരെ പോയത് ബലിയുടെ അധ്വരം നടക്കുന്ന, അശ്വമേധ യാഗം നടക്കുന്ന നർമ്മദാ നദി തീരത്താണ്. 100ാമത്തെ അശ്വമേധ യാഗം നടത്തുകയാണ് മഹാബലി. 99 അശ്വമേധ യാഗങ്ങൾ നടത്തി. ഒരു അശ്വമേധം നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ചില്ലറയായിട്ടുള്ള കാര്യമല്ല. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ടൊന്നും പറ്റില്ല. അപ്പൊ 99 അശ്വമേധ യാഗങ്ങൾ നടത്തിയ ആളാണ് മഹാബലി എന്ന്. ആ മഹാബലിയുടെ യാഗശാലയിലേക്കാണ് ഭഗവാൻ പോയത്. ദൂരത്തു നിന്ന് തന്നെ ഭഗവാൻ വരുന്ന സമയത്ത് എന്തോ ആ ഒരു പ്രകാശം കാണാൻ കഴിഞ്ഞു. ഋഷികളെ എല്ലാവരും എണീറ്റു നിന്നു. വരുന്നത് സാധാരണയായിട്ടുള്ള ഒരു വടുവല്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്തോ ഒരു ചൈതന്യമുള്ള മഹാപുരുഷനാണ് എന്ന് മനസ്സിലായി. എല്ലാവരും നമസ്കരിച്ചു. കണ്ടപ്പോൾ ബലിയും ഓടി വന്നു, കാല് കഴുകി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, യഥാസ്ഥാനത്തിരുത്തി അർഘ്യപാദാദികളൊക്കെ ചെയ്ത പാനാദികളൊക്കെ കൊടുത്തു, നമസ്കരിച്ചു, പറഞ്ഞു. അങ്ങനെ കണ്ടപ്പോൾ അങ്ങ് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ മഹാത്മാവാണ് എന്നുള്ളത് അറിയാം. അങ്ങയുടെ മുഖത്തിലുള്ള ജ്യോതി കൊണ്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് തന്നെ എൻ്റെ യാഗശാല മാത്രമല്ല എൻ്റെ കുലം തന്നെ ധന്യമായി. ഇങ്ങനെ 100ാമത്തെ ഒരു അശ്വമേധ യാഗം നടത്തുന്ന സമയത്ത് അങ്ങേപോലെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രഹ്മചാരി വരിക, ആ ബ്രഹ്മചാരിക്ക് എന്തെങ്കിലും ദാനം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ സുഹൃതമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അങ്ങക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ ചോദിച്ചാലും ദാനമായിട്ട്. കാരണം ഈ യാഗം യജ്ഞം ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഈ ബ്രാഹ്മണരെ സാധാരണ പോവാറ് പതിവുണ്ട്. എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് യജമാനിൽ നിന്നും ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ കിട്ടും ഇഷ്ടം പോലെ. അപ്പം അതൊക്കെ മേടിക്കുക, അതാണ് അവരുടെ പ്രഥമമായിട്ടുള്ള ഉദ്ദേശം. അപ്പം അതേമാതിരി ഒരു ബ്രഹ്മചാരി വന്നിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം കാണും, ദാനം മേടിക്കാനാണ് എന്ന് മഹാബലി വിചാരിച്ചു. ഏതായാലും അതൊക്കെ അവിടെ പറഞ്ഞു നിർത്തിയ സമയത്ത് ഭഗവാൻ പറയാണ്, ജനദേവസുമൃതം കുലോചിതം ധർമ്മയുതം യശസ്കരം. നല്ല വാക്കുകളാണ് ഭഗവാന്റെ. അങ്ങ് ഇതൊന്നും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അങ്ങ് ആരാ? പ്രഹ്ലാദ വംശജനാണ്.
പ്രഹ്ലാദന്റെ മകനായിട്ടുള്ള വിരോചനന്റെ പുത്രനാണ് മഹാബലി. അങ്ങയിൽ നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ തീരെ അത്ഭുതമുള്ളതല്ല. കാരണം അങ്ങയുടെ പൂർവ്വന്മാരൊക്കെ ആരാ? വൈരോചന എന്നാ വിളിച്ചത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ വിരോചനന്റെ മകനായതുകൊണ്ടല്ല. മാത്രമല്ല, വിരോചനൻ ഇന്ദ്രൻ തൻ്റെ സ്വശരീരം മറച്ചു വന്ന സമയത്ത് പോലും ബ്രാഹ്മണനായിട്ട് വന്നിട്ട് ആ പ്രാണനെയാണത്ര ചോദിച്ചത് ദാനമായിട്ട് വേണമെന്ന്. ആ ദാനം കൊടുത്ത ആളാണ് ആര്? വിരോചനൻ. അപ്പൊ അത്രയും ശ്രേഷ്ഠ. കാരണം ആരും കൊടുക്കാത്ത ദാനം ബാക്കി എന്ത് വേണമെങ്കിൽ കൊടുക്കുന്നു. എൻ്റെ പ്രാണം കൊടുക്കുമായിരുന്നു. അപ്പൊ അത്രയും മഹാനാണ് വിരോചനൻ, പ്രഹ്ലാദപുത്രൻ. ആ വിരോചനന്റെ മകനല്ലേ നിങ്ങൾ? അപ്പോ ഇത് ചോദിച്ചത് സാധു. എന്തായാലും കൊടുക്കുന്നവർക്ക് ഉണ്ടാവാം, അവരെന്ത് വേണമെങ്കിൽ ചോദിച്ചോ, തരാൻ തയ്യാറാവും. പക്ഷെ അങ്ങനെ ആരെങ്കിലും ദാനം ചെയ്താൽ ആ ദാനങ്ങളെ അവർ തരുന്നതൊന്നും അങ്ങനെ മേടിച്ചു കൂട്ടരുത് എന്നും ഒരു ധർമ്മമുണ്ട്. അവനവന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ അത്യാവശ്യമുള്ളത് വേണ്ടത് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. ഇല്ലാതെ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ദാനം തരാൻ തയ്യാറാണെങ്കിൽ അത് കയ്യിൽ നിന്നിട്ട് മേടിച്ചിട്ട് ഓരോരുത്തരുടെക്ക് മടി കാണിക്കുക എന്ന് പറയും മലയാളത്തിൽ. പണ്ടൊക്കെ ഈ ഇല്ലത്തിലെ കാലത്ത് കുളിക്കാൻ പോകുന്ന സമയത്ത് തല കാണിച്ചു കൊടുത്താൽ തലയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും. പതിവാണ് പണ്ടൊക്കെ ഇല്ലങ്ങളിൽ. ആരായാലും വിരോധമില്ല, കുളിക്കാൻ പോകുന്ന സമയത്ത് തല കാണിച്ചു കൊടുത്താൽ എണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരാൾ നോക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അയാളെ എണ്ണ തേച്ചിട്ടാണ് വരുന്നത് ശരീരാസകരം കുളിക്കാൻ. ഇപ്പൊ ഈ എണ്ണ തലയിൽ ഒഴിച്ചിട്ട് എന്താ കാര്യം? ആൾറെഡി തേച്ച് കഴിഞ്ഞു. പക്ഷെ ഇയാൾക്ക് ഇരിക്കപ്പെടുന്നില്ല. എന്താ വെറുതെ കൊടുക്കുന്നതാണ്, പൈസ കൊടുക്കണ്ട. തലയിലെ ഒഴിക്കാൻ സ്ഥലമില്ല. അപ്പൊ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതാ മുണ്ട് മടക്കിയിട്ട് മടി കാണിച്ചു കൊടുക്കും, എനിക്ക് ഒഴിച്ചോളൂ എന്ന്. അതെനിക്ക് എണ്ണ ഒഴിച്ചിട്ട് എന്താ കാര്യം? എന്നാലും വെറുതെ കിട്ടുന്നതല്ലേ. അപ്പൊ ഓരോ തന്നെ മടി കാണിക്കാന്ന് പറയും. എന്നത് മാതിരി ആരെങ്കിലും തരാൻ തയ്യാറാണെങ്കിലും നമ്മളങ്ങനെ നമുക്ക് അർഹതയല്ലാത്ത, നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള, ആവശ്യമില്ലാതായിട്ടുള്ള സാധനങ്ങളെ ദാനം മേടിക്കാനും പോകരുത്. ആവശ്യത്തിന് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. അത് കാരണം കൊണ്ട് തൽക്കാലം എനിക്കൊരു 3 അടി മണ്ണാണ് ദാനമായിട്ട് വേണ്ടത്. അതും എൻ്റെ കാലടി കൊണ്ട് അളന്നെടുക്കുന്ന മണ്ണ് മതി. ഇപ്പോൾ ചെറിയൊരു വെടുവാമൻ്റെ വേഷത്തിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിക്കാല അല്ലേ, അതുകൊണ്ട് അളന്നെടുക്കുന്നത് മാതിരിയുള്ള 3 അടി മണ്ണ് മതി. അങ്ങയുടെ കാലം കൊണ്ടൊന്നും നടന്ന് കഷ്ടപ്പെടണ്ട, അത്രയും പോലും വേണ്ട എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ആദ്യം വലിയൊന്ന് ചിരിക്കുകയാണ് അത്രയും ചിന്ത. ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ സ്വം ഭാരോ ബാലിശവൻ. കണ്ടപ്പോ വലിയ ജ്ഞാനിയാണ്. ആദ്യത്തെ സംസാരമൊക്കെ കേട്ടപ്പോ നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്, ഏതോ മഹാത്മാവാണെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ബുദ്ധി കുട്ടികളുടെ തന്നെയാണ്. കാണാനൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ബുദ്ധി എന്നുള്ളത്. കാരണം കുട്ടികൾക്ക് അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ഒരു കുട്ടിയുടെ കയ്യിൽ 500 രൂപ പെട്ടു. ആ കുട്ടി അത് വെച്ച് ഇങ്ങനെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുക. ആ കുട്ടിയുടെ അടുത്തുനിന്ന് തട്ടിപ്പറിഞ്ഞ് മേടിക്കാൻ പറ്റുമോ? അടുത്ത് പോയാൽ എന്ത് ചെയ്യും? അത് കീറും, 500 രൂപ പോവും. അപ്പം എന്ത് വേണം? ബുദ്ധി. 5 പൈസ ഒരു ചോക്ലേറ്റ് കാണിക്കുക, അത് തന്നാലും തരാമെന്ന് അറിയാം. അപ്പോഴോ അവൻ 500 രൂപയുടെ വിലയൊന്നും അറിയില്ല. അത് നോട്ടാണെന്നൊക്കെ 500 രൂപ കൊണ്ടുപോയി എഴുതിമാരെ 500 ചോക്ലേറ്റ് മേടിക്കാമെന്നൊന്നും അവനറിയില്ല. അവന് ചോക്ലേറ്റിന്റെ സ്വാദ് നന്നായിട്ട് അറിയാം, മധുരം. അപ്പോൾ ആ 500ന്റെ നോട്ടങ്ങൾ വലിച്ചെറിയും, എന്ത് ചെയ്യും? ചോക്ലേറ്റ് മേടിക്കാനായിട്ട്. അല്ലേ? ഇത് ബാലിശമായിട്ടുള്ള ബുദ്ധിയാണ്, കുട്ടികളുടെ ബുദ്ധി അങ്ങനെയാണ്. അപ്പോ അതേമാതിരിയായിട്ടുള്ള ബുദ്ധിയാണല്ലോ. ഞാൻ ആരാന്നാ വിചാരിച്ചത്? നീ ലോകാനാമേകം ഈശ്വരം. 14 ലോകങ്ങൾക്കും ഈശ്വരനായിരിക്കുന്ന, അധിപതിയായിരിക്കുന്നവനാണ് ഞാൻ. എൻ്റെ അടുത്ത് വന്നിട്ട് പാദത്രയം ഇല്ല, 3 അടി മണ്ണ് എൻ്റെ കാലം കൊണ്ട് അളന്നെടുത്ത് പോവാ. എനിക്ക് മോശമില്ലേ? ആരെങ്കിലും നീ പുറത്തു പോയി എവിടെന്നാ വരുന്നത്? അതോ ഞാൻ ആ മഹാബലിയുടെ യാഗത്തിൽ പോയിട്ട് വന്നതാണ്. എന്താ കിട്ടിയത്? എൻ്റെ കാലിന് ഒരു 3 അടി മണ്ണ് തന്നു. 3 അടി മണ്ണോ? മഹാബലിയോ? എൻ്റെ പേര് മോശാവില്ലേ?
എൻ്റെ അടുത്തുനിന്ന് ആരെങ്കിലും ദാനം മേടിച്ച് കൊണ്ടുപോയാൽ പിന്നെ അവൻ ജീവിതകാലം മറ്റൊരുത്തൻ്റെ മുന്നിൽ കൈ നീട്ടരുത്. എൻ്റെ മുന്നിൽ കൈ നീട്ടിയവൻ പിന്നെ നീട്ടരുത്. അപ്പോഴൊക്കെ എനിക്ക് അതിനുള്ള 3 ലോകത്തിൻ്റെ ഈശ്വരനാണ് ഞാൻ എന്നൊക്കെ അവിടെ പ്രൗഢിത്യം അവിടെ പറഞ്ഞു. ഏതായാലും ഭഗവാൻ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത് അതൊക്കെ അവിടെ നടന്നു. വീണ്ടും പറഞ്ഞു, അങ്ങ് തരൂ, ഞാൻ മുമ്പ് തന്നെ പറഞ്ഞല്ലോ, എന്ത് വേണമെങ്കിൽ തരും, അതൊക്കെ ശരിയാ. ഇപ്പൊ പറഞ്ഞല്ലോ, ധനം വേണോ, ധാന്യം വേണോ, ദേശം വേണോ, എല്ലാം ബ്രഹ്മചാരിയാണ്, കല്യാണം കഴിക്കാൻ നല്ലൊരു പെണ്ണ് വേണോ, എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞില്ലേ? അങ്ങ് തരും, ഇല്ല എന്ന് പറഞ്ഞില്ല. എനിക്ക് ആവശ്യമുള്ളതല്ലേ ചോദിച്ചു മേടിക്കാൻ പാടുള്ളൂ. രണ്ടാമത്, കിട്ടുന്നതിൽ സന്തുഷ്ടനല്ലെങ്കിൽ എത്ര കിട്ടിയാലും സംതൃപ്തി ഉണ്ടാവില്ല. 3 അടിമണ്ണിൽ സന്തുഷ്ടനായില്ലെങ്കിൽ 3 ലോകം കിട്ടിയാലും അവന് തൃപ്തിയൊന്നും ഉണ്ടാവില്ല. അത് കാരണം എനിക്ക് ഇപ്പൊ ഈ ചോദിച്ചത് മാത്രം മതി, അത് തരാൻ പറ്റുകയാണെങ്കിൽ തരും, ഇല്ലെങ്കിൽ വേണ്ട, എനിക്കതേ വേണ്ട, ഞാൻ പോവാം. ഈ വർത്തമാനങ്ങളൊക്കെ കേട്ടപ്പോഴാണ് അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർക്ക് ഒരു സംശയം തോന്നിയത്. കണ്ടപ്പോൾ ആള് വല്ല ജ്ഞാനിയും യോഗിയും ഒക്കെ ആണ്. സംഭാഷണം നോക്കുമ്പോൾ ശരിയല്ല. 3 അടി മണ്ണിനായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ഒരാൾ ഇവിടെ ഒന്നും വരില്ല. ആരാ ഇയാള് എന്ന തൻ്റെ ജ്ഞാനം കൊണ്ടൊന്ന് നോക്കിയപ്പോഴാണ് ചതുർഭുജധാരിയായിട്ടുള്ള വിഷ്ണുവാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. കണ്ടപ്പോൾ ഉടനെ വിളിച്ചു ശുക്രാചാര്യനെ, ഹേ മാ ബലി, ഇങ്ങോട്ട് വാ. വിളിച്ചിട്ട് പറഞ്ഞു, േഷവൈരോജനാ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അവ്യയ കശ്യവാൽ അതിദീർഘാദോ ദേവാനാം കാര്യസാധക. പറഞ്ഞു കൊടുത്തു, ഇതാരാന്നറിയോ നമുക്ക്? ഇതാരാന്നറിയോ? ഹേ വൈരോജന, ഹേ വിരോചനന്റെ പുത്ര, സാക്ഷാൽ ഭഗവാൻ വിഷ്ണു. ഈ വന്നു നിൽക്കണുണ്ടല്ലോ, സാക്ഷാൽ വിഷ്ണുവാ നിന്റെ മുന്നിൽ വന്നു നിൽക്കണത്. ഈ വേഷമൊന്നും നീ കണക്കാക്കണ്ട. അവ്യയനായിട്ട് തന്റെ മായാരൂപം സ്വീകരിച്ച് ആർക്കും അറിയാത്ത മാതിരി ഇതാ വന്നു നിൽക്കുക ചെയ്യുന്നത്. ആരാ ഇതാളാ? കശ്യപാൽ അതിദീർഘാദോ, കശ്യപനും അതിഥിക്കും ജനിച്ചവനാണ്. എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദേവാനാം കാര്യസാധ്യത, ദേവന്മാരുടെ കാര്യങ്ങളെ സാധിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ നല്ല കയ്യിലുള്ളതൊക്കെ മേടിച്ച് ദേവന്മാർക്ക് കൊടുക്കാനായിട്ട് അതിഥിയുടെയും കശ്യപന്റെയും പുത്രനായിട്ട് വേഷം മാറി അറിയാത്തത് മാതിരി വന്ന് നിൽക്കുകയാണ് മഹാവിഷ്ണു ഇവിടെ. മാത്രമല്ല, നീ പറഞ്ഞില്ലേ 3 അടി മണ്ണൊക്കെ കൊടുക്കാമെന്നൊക്കെ നീ പറഞ്ഞ, അതൊക്കെ കൊടുത്താൽ എന്താ ഉണ്ടാവുകയെന്നറിയോ? 3ാമത്തെ അടി പോലും നിനക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ നിന്റെ കയ്യിലുള്ളതൊക്കെ 2 അടി കൊണ്ട് തന്നെ ഇയാൾ അളന്നെടുക്കും. നിന്റെ വാക്കൊന്നും നിനക്ക് പാലിക്കാൻ പറ്റില്ല. നീ നരകത്തിൽ പോകേണ്ടി വരും. മാത്രമല്ല, ദാനമൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞൊക്കെ വേണം കൊടുക്കാൻ. അല്ലാതെ ഇഷ്ടത്തിനൊന്നല്ല ദാനം കൊടുക്കേണ്ടത്. നല്ലൊരു ശുക്രനീതി പറയുക, ധർമായ യശസേ അർത്ഥായ കാമായ സ്വജനായ പഞ്ചധാ വിഭജൻ വിത്തം. നമ്മുടെ കയ്യിലുള്ള വിത്തം, ധനം, അതിനെ 5 ഭാഗമാക്കണത്ര. 20%, 20%, 20%, 5 times 100%. ഒരു 20% ധർമ്മമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അമ്പലം കെട്ടാനോ ഭാഗവത സപ്താഹ യജ്ഞത്തിനോ രാമായണ യജ്ഞത്തിനോ അങ്ങനെയുള്ള സത്സംഗങ്ങൾക്കൊക്കെ 20% കൊടുക്കണം. യശസ്, തൻ്റെ സ്ഥാനമാനങ്ങളെ യശസ്, അതിനൊക്കെ വേണ്ടിയിട്ട് 20% ചിലവാക്കണം. അർത്ഥായ ഒരു 20% നമ്മളെ ആ പണം വീണ്ടും സമ്പാദിക്കാനായി, നമ്മുടെ ധനം വീണ്ടും കൂട്ടാനായിട്ട് ബാങ്കിൽ പലിശയ്ക്ക് ഇടുകയെ കച്ചവടം ചെയ്യേ അങ്ങനെയൊക്കെ ചെയ്ത് പലിശ വർദ്ധിപ്പിക്കണം. കാമായ, സിംഗപ്പൂര്, മലേഷ്യ, മൊറീഷ്യസ് ഒക്കെ ചുറ്റി വരാനായിക്കൊണ്ട് എല്ലാം കണ്ടിട്ട് വരണ്ടേ. ജീവിതം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജീവിതത്തിൽ എന്താവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാണാനായിക്കൊണ്ടൊരു 20% പോവാ. സ്വജനായ, അവനവൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ കഷ്ടത്തിലാണെങ്കിൽ അവരൊക്കെ സഹായിക്കാൻ ഒരു 20%. അങ്ങനെ പഞ്ചതാ വിഭജൻ വിത്തം. ഇങ്ങനെ 5 തരത്തിൽ നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 20 രൂപ, 20 രൂപ, 20 രൂപ ഇങ്ങനെ വേണം ചിലവാക്കാൻ. അതല്ലാതെ
വരുന്നവനെടുത്താൽ 100 റുപ്യ അങ്ങോട്ട് കൊടുത്താൽ എന്താവും? കയ്യിലുള്ള 100 റുപ്യ കൊടുത്താൽ പിന്നെ നമുക്ക് ഇറക്കാൻ പോണ്ടി വരും അല്ലേ? നമ്മുടെ കയ്യിലുള്ള 100 റുപ്യ 20 രൂപ കൊടുത്താൽ ബാക്കി നമ്മുടെ കയ്യിലുണ്ട്. 100 റുപ്യ അമ്മ കൊടുത്താലോ നമുക്കൊരു ബസ് പിടിച്ച് പോകണമെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് ഇറങ്ങണം. ഇതാപ്പം ഈ കാര്യം ചെയ്തത്. അപ്പോ ഒരു കാര്യം ചെയ്യുക, തരില്ല എന്ന് പറഞ്ഞോ, കൊടുക്കണ്ട. കൊടുത്താൽ നീ പെടും, നല്ല സർവ്വതും നഷ്ടപ്പെടും. സർവ്വതും നഷ്ടപ്പെട്ടാൽ പിന്നെ നീ സർവസ്വം വിഷ്ണുവേദത്ത മൂഢ വർദ്ധസ്യത. എല്ലാം നീ വിഷ്ണുവിനെ നീ കൊടുത്താൽ മൂഢ, നീ എങ്ങനെയാ പിന്നെ ജീവിക്കുക? എവിടെയാണ് നീ ജീവിക്കുക? കൊടുക്കരുത് എന്നൊക്കെ പറയും. എന്തായാലും തരില്ല എന്ന് പറഞ്ഞു. അപ്പോ വലിയൊന്ന് നോക്കും, എങ്ങനെയാ അസത്യം പറയാ? തരാന്ന് പറഞ്ഞിട്ട് തരില്ല എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ പറയാ. ശുക്രനീതി പറഞ്ഞു കൊടുക്കുക. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒരു 8-9 പേരെടുത്തൊക്കെ പറയാം. അമൃതം സ്ത്രീഷു നർമ്മ വിവാഹേജ വൃത്യർത്ഥേ പ്രാണസങ്കടേ ഗോ ബ്രാഹ്മണാർത്ഥേ ഹിംസായാം അമൃതം. ഇവിടെയൊക്കെ കള്ളം കുറച്ച് പറയാൻ വിരോധമില്ല. സ്ത്രീകളോടൊക്കെ പറയാം, മനസ്സിലായോ? ശമ്പളം മേടിച്ചു കൊണ്ടുവരുന്ന ദിവസത്തിൽ എനിക്കൊരു സാരിയൊക്കെ മേടിച്ചു വരണമെന്നൊക്കെ, അല്ലെങ്കിൽ ഒരുപാടിൻ്റെ വളം മേടിച്ചിട്ട് വരണമെന്നൊക്കെ ഭാര്യ പറഞ്ഞാൽ മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോവാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞുള്ള ശമ്പളം കൊടുത്തിട്ട് ഒരു വളം മേടിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. രാത്രി ഒക്കെ വന്നിട്ട് അതൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, അടുത്ത ശമ്പളത്തിലാവാമെന്നൊക്കെ പറയാം. നർമ്മത്തിനായിക്കൊണ്ട്, ഒരു ഹാസ്യത്തിനായിക്കൊണ്ടൊക്കെ ഒരു നുണ പറയാം. ഒരു നല്ലൊരു വിവാഹം നടത്താനായിട്ട് ഒരു ചെറിയ നുണയൊക്കെ പറഞ്ഞാൽ വിരോധമില്ല. പണ്ടങ്ങനെ ഒരു ബ്രോക്കര് ഒരു വിവാഹം നടത്തി എന്നാണ് പറയുന്നത്. ചെറുക്കൻ്റെ 4 ഭാഗത്തും അർത്ഥവ്യവസ്ഥ വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു. നോക്കിയപ്പോൾ ഒരു മുടിയില്ല, ജോലിയില്ല, ഒന്നുമില്ല. പെൺകുട്ടിയുടെ അച്ഛൻ ചോദിച്ചു, നീയല്ലേ പറഞ്ഞത് അവരുടെ അർത്ഥവ്യവസ്ഥയൊക്കെ വളരെ നല്ലതാണെന്ന്, ചുറ്റുപാടൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവന് ഉണ്ണാൻ പോലും വകയില്ലല്ലോ? ഞാൻ ചുറ്റുപാടല്ലേ നല്ലതെന്ന് പറഞ്ഞല്ലോ. മുമ്പിൽ സ്റ്റേറ്റ് ബാങ്ക് ആണ്, റൈറ്റ് സൈഡില് HDFC ബാങ്ക് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ICICI ബാങ്ക് ഉണ്ട്, പിന്നിലെ അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കാണ്. ചുറ്റുപാടൊക്കെ നല്ല അർത്ഥവ്യവസ്ഥ എന്താന്ന് പറഞ്ഞു എന്നതുമായി ഒരു നുണയൊക്കെ പറയാന്നാ പറയണത്. ഒരു വിവാഹം നടത്താൻ പ്രാണസങ്കടം, നമ്മുടെ പ്രാണൻ സങ്കടത്തിലാവുന്ന സമയത്ത് ഒരു പശുവിനെ ഗോവിനെ രക്ഷിക്കാൻ, ഒരു ബ്രാഹ്മണനെ രക്ഷിക്കാൻ, എവിടെയെങ്കിലും ഒരു ഹിംസ നടക്കുന്നുണ്ടെങ്കിൽ ആ ഹിംസ ഒഴിവാക്കാൻ ഈ സ്ഥലത്തൊക്കെ അമൃതം വിഭൂഷിതം, അവിടെയൊക്കെ പറയാം ഒരു നുണ, വിരോധമൊന്നുമില്ല എന്നൊക്കെ ഉപദേശം കൊടുത്തു. പക്ഷേ അതൊന്നും ബലി ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. പറഞ്ഞു, ഞാൻ ഈ ലോകത്തു നിന്നും കഴിഞ്ഞ് പോകുന്ന സമയത്ത് എൻ്റെ പൂർവികരായിട്ടുള്ള എൻ്റെ അച്ഛനെ മുത്തച്ഛനെയൊക്കെ കാണുമ്പോൾ ഭഗവാനോട് നുണ പറഞ്ഞില്ലേ നീ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് എന്ത് മുഖം കാണിക്കുക? അത് പറ്റില്ല. മാത്രമല്ല എല്ലാവർക്കും കൊടുക്കുന്നത് ഭഗവാനാണ്. എനിക്കും തന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവാനാണ് തന്നിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ഭഗവാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതാ എന്തെങ്കിലും തരുമെന്ന് ചോദിക്കുമ്പോൾ ഭഗവാന്റെ കരുണയല്ലേ അത്, ദയയല്ലേ അത്? ഭഗവാൻ ആരുടെങ്കിലും എന്തെങ്കിലും ചോദിക്കുമോ? ഭഗവാൻ കൊടുക്കുകയല്ലേ ഉള്ളൂ. എല്ലാവരും ഭഗവാനോട് ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതായിട്ടുള്ള ഭഗവാൻ എൻ്റെ അടുത്ത് തരൂന്ന് പറഞ്ഞ് വരുന്നപ്പോൾ എൻ്റെ പൂർവജന്മാർ ചെയ്ത പുണ്യമല്ലേ അത്? ഞാൻ കൊടുത്തെന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ ശുക്രമഹർഷിക്ക് ദേഷ്യം വന്നു. ദൃഢം പണ്ഡിതമാന്യാക്കി, എന്നെക്കാളും വിവരം പുതിയവനായി എന്നുള്ളൊരു ഭാവമായി നടക്കല്ലേ? ശാസനായുധോ ഇഷ്ടം അജിരാൽ ഭക്ഷ്യസേ പ്രിയ. ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ നീ കേൾക്കാത്തത്? നല്ല ഐശ്വര്യങ്ങളൊക്കെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ഉടനെ ശപിച്ചു ശുക്രാചാര്യൻ. അതിനാ കാത്തിരുന്നത് ആര്? ഭഗവാൻ വാമനൻ. ഗുരു തന്നെ ശപിച്ചു. ഇതിൻ്റെ പിന്നിലുള്ള സാരങ്ങളുണ്ട്, അവരിക്കട്ടെ, കഥയല്ലേ പറഞ്ഞു പോകുന്നത്. ഏതായാലും വിദ്യാവലിയെ വിളിച്ചു, ഭാര്യയെ വിളിച്ചിട്ട് പിന്നിയിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, തുളസി കൊണ്ടുവരാൻ പറഞ്ഞു. ഭഗവാന് ദാനം കൊടുത്തു, അളന്നോളാൻ പറഞ്ഞു. ഭഗവാൻ തൻ്റെ ആദ്യത്തെ ഭാഗത്തെ കൊണ്ട് ഭൂമിയും ഭൂമിക്കടിയിലുള്ള സകല ലോകങ്ങളെയും അളന്നെടുത്തു. രണ്ടാമത്തെ പാദത്തിനെ കൊണ്ട് ഊർധ്വലോകങ്ങളെല്ലാം അളന്നെടുത്തു. മൂന്നാമത്തെ അടി വയ്ക്കാനായിട്ടുള്ള സ്ഥലമില്ല.
സ്ഥലമില്ല എന്ന് കണ്ടപ്പോ ഭഗവാൻ ബലിയോട് ചോദിക്കുകയാണ്, മൂന്നാമത്തെ അടിക്കുള്ള സ്ഥലമേതാ? തരാന്നൊക്കെ വലിയ വർത്തമാനത്തിൽ നീ പറഞ്ഞതല്ലേ, ത്രിലോകത്തിനും ഈശ്വരനാണെന്നൊക്കെ അന്ന് ഗംഭീരമായിട്ട് പറഞ്ഞല്ലോ. പിടിച്ചുകെട്ടവനെന്ന് പറഞ്ഞു. ഗരുഡൻ വന്നു, വരുണവാശം കൊണ്ട് മഹാബലിയെ പിടിച്ചു കെട്ടി എന്നാ പറയുന്നത്. വരുണവാശം കൊണ്ട് മഹാബലിയെ പിടിച്ചു കെട്ടി. ഇതൊക്കെ ഭഗവാൻ നടന്നെടുത്തു. വ്യാജേന ശലേനാന്നൊക്കെയാണ്, ചതിച്ചിട്ടാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയ അസുരന്മാരെ ഭഗവാനുമായിട്ട് യുദ്ധത്തിന് വന്നു. മഹാബലി തടഞ്ഞു. ആരോടാണ് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത്? എല്ലാം സർവജ്ഞനായിട്ടുള്ള ഭഗവാനോട്. ഭഗവാൻ നമ്മളെ എപ്പോഴാണോ അനുഗ്രഹിച്ചത്, നമ്മളെ സ്വർഗമൊക്കെ ഭുജിച്ച് സ്വർഗാതിഭൂതികളെ സന്തോഷങ്ങൾ അനുഭവിച്ചിരുന്നു. ഇപ്പൊ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ഇന്ദ്രനെ അനുഗ്രഹിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ദ്രനെ അനുഗ്രഹിക്കാനായി വന്നിരിക്കുന്നു. നമുക്ക് ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് മറ്റൊരു ഉപാധിയുമില്ല. എല്ലാവരും ഭഗവാനെ ഭജിച്ചോളൂ. നമ്മുടെ കാലം നന്നാവുന്ന സമയത്ത് ഭഗവാൻ വീണ്ടും നമ്മളെ അനുഗ്രഹിക്കും. വീണ്ടും നമുക്ക് സ്വർഗാദി അനുഭൂതികൾ കിട്ടും. അതല്ലാതെ കണ്ട ഭഗവാനായിട്ട് ആരും യുദ്ധം ചെയ്യരുത്, നിങ്ങളൊക്കെ തിരിച്ചു പോകൂ എന്ന് തൻ്റെ സൈന്യത്തിനെയൊക്കെ തിരിച്ചയച്ചു. ഇവിടെ വരുണവാശം കൊണ്ട് കെട്ടി നിൽക്കുന്നതായിട്ടുള്ള ആ മഹാബലിയുടെ അപ്പോഴത്തെ ആ സ്ഥിതി കണ്ടപ്പോൾ ബ്രഹ്മാവിന് പോലും സഹിച്ചില്ല എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് പറയുകയാണ്, ഹേ ഭഗവാൻ, എന്തു തെറ്റാ മഹാബലി ചെയ്തത്? ഇപ്രകാരം മഹാബലിയെ ശിക്ഷിക്കുക. അങ്ങ് ചോദിച്ചതൊക്കെ തന്നില്ലേ? ആ മഹാബലിയുടെ കയ്യിലുള്ള എല്ലാം തന്നെ അങ്ങ് മേടിച്ചു കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ആ മഹാബലിയെ വിടണ്ടേ? ആ മഹാബലിയെ അങ്ങ് ഇത്തരത്തിൽ ശിക്ഷിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ശിക്ഷയ്ക്ക് വധത്തിന് അർഹനല്ല മഹാബലി. വിടണം ഭഗവാനെ, കരുണയുണ്ടാവണം എന്നൊക്കെ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഭഗവാനോട് ബ്രഹ്മാവിനോട് പറയുന്ന വാചകങ്ങൾ. ഇതൊക്കെ ഓരോരോ ശ്ലോകങ്ങളും സ്വാദു പതേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ശ്ലോകങ്ങളാണ്. ഏ ബ്രഹ്മാവേ, അങ്ങിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവരൊക്കെ കാണുന്നവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ജയിച്ചു, മഹാബലി തോറ്റു എന്നെല്ലാവരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ വാസ്തവത്തിൽ ഇവിടെ ജയിച്ചിരിക്കുന്നത് ഇപ്പോൾ മഹാബലിയാ, തോറ്റു നിൽക്കുന്നത് ഞാനാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അജയ്ഷീൽ അജയ മായ, എൻ്റെ മായ, അതിനെ ജയിക്കാൻ ആർക്കും ഈ ലോകത്തിൽ കഴിയില്ല. എൻ്റെ മായയെ ആർക്കും ജയിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഇതാ ഈ ബലി എൻ്റെ മായയെ ജയിച്ചിരിക്കുന്നു. ഞാനിങ്ങനെ വേഷം മാറി വന്നിട്ടും, വന്നത് ആരാണ് എന്നറിഞ്ഞിട്ടും, എന്തിനാ വന്നത് എന്നറിഞ്ഞിട്ടും, എന്താ നടക്കാൻ പോകുന്നത് എന്നറിഞ്ഞിട്ടും, തൻ്റെ സത്യത്തിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന്, വാക്കിൽ നിന്ന് ഒരു പിടി മാറിയില്ല. ഗുരു പറഞ്ഞത് പോലും എനിക്ക് വേണ്ടി കേട്ടില്ല. ഗുരുവിനെ കൂടി തിരിച്ചു എനിക്ക് വേണ്ടിയിട്ട്. വാസ്തവത്തിൽ ഇപ്പോൾ ഇവിടെ ജയിച്ചു നിൽക്കുന്നത് ബലിയാണ്, തോറ്റു നിൽക്കുന്നത് ഞാനാണ്. പക്ഷേ എൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ ഭജിക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ ഭക്തനുണ്ടെങ്കിൽ, ആദ്യം അവൻ്റെ എല്ലാ സ്വത്ത്, സമ്പത്ത്, ഐശ്വര്യം എല്ലാം ഞാൻ ഇങ്ങോട്ട് പിടിച്ചെടുക്കും. ഇതൊക്കെ പോയാലും അവൻ എന്നെ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ പരീക്ഷിക്കും അവന്. ചിലര് ആ പരീക്ഷണത്തിൽ, ചിലരല്ല പലരും ആ പരീക്ഷണത്തിൽ തോറ്റ് അവർ വീണ്ടും എന്നെ വിട്ടു പോകും. പക്ഷെ ചിലര് ആ പരീക്ഷണത്തിൽ ജയിച്ചു. അങ്ങനെ ജയിച്ചവര് എന്നെ ജയിച്ചവരാണ്. എന്നെ ജയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് നേടേണ്ടതായിട്ട് ഈ ത്രിലോകത്തിൽ എന്താ ഉള്ളത്? അതുകൊണ്ട് തന്നെ ഞാനിതാ ഈ ബലിയെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വിളിച്ചു, ഇന്ദ്രസേന മഹാരാജ. മഹാബലിയുടെ പേര് ഇന്ദ്രസേന എന്നാണ്. ആ പേര് തന്നെയാണ് ഭഗവാൻ വിളിച്ചത്. ഏ ഇന്ദ്രസേന എന്ന് പറഞ്ഞ് വിളിച്ചു. യാഹിഭോ ഭദ്രമസ്തുതേ, നിനക്ക് ഭദ്രമുണ്ടാവട്ടെ, നിനക്ക് ശുഭമുണ്ടാവട്ടെ, മംഗളമുണ്ടാവട്ടെ. സുതലം സ്വർഗവിപ്രാപ്ത്യം, ഞാനിത് പരിപാലിക്കാം. എപ്പോഴും സുതലത്തിലേക്ക് എന്നാ പറഞ്ഞത്. എങ്ങനത്തെ സുതലം? സ്വർഗത്തിലിരിക്കുന്ന ദേവാദികൾ പോലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന, അവർക്ക് പോലും എത്താൻ കഴിയാത്ത, ഇരിക്കാൻ കഴിയാത്ത സുതലം
അതിലേക്ക് അങ്ങ് പരിവാരങ്ങളോടുകൂടി പൊക്കോളൂ. മാത്രമല്ല ആ സുതലത്തിലോ ശാസനാധികതാൻ ദൈത്യാം ചക്രമേ സൂതയിഷ്യതി, അങ്ങക്ക് കാവൽക്കാരനായിട്ട് ഞാൻ ഉണ്ടാവുന്ന പറയണത്. എൻ്റെ ഗതയും ചക്രവും വെച്ചുകൊണ്ട് ഭഗവാൻ പറയാണ് തൻ്റെ ഭക്തനോട്, പൊക്കോളൂ സുതലത്തിലേക്ക്, അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നോളൂ, സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട്, സ്വർഗത്തെക്കാൾ സുഖത്തിലുള്ള സ്ഥലത്ത് അവിടെ ഞാൻ അങ്ങയെ രക്ഷിച്ചുകൊണ്ട്, ആരും വരാതെ ഞാൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ പറയുന്നു. കഥ പറയുമ്പോൾ പറയാറുണ്ട്, രാവണൻ ദിഗ്വിജയം ചെയ്യുന്ന സമയത്ത് ഈ സുതലത്തിലേക്ക് പോയിരുന്നും, അകത്ത് കിടക്കുന്ന സമയത്ത് സുതലത്തിലേക്ക് കവാടത്തിലേക്ക് കിടക്കുമ്പോൾ ശബ്ദം കിട്ടുത്രേ, കിടക്കരുത് എന്ന്, കാല് വെക്കരുത് എന്ന്. രാവണൻ തിരിഞ്ഞു നോക്കി ആരെയും കാണുന്നില്ല. വീണ്ടും കാല് വെക്കാന്നൊക്കെ പറഞ്ഞില്ലേ കാല് വെക്കരുത് എന്ന്. രാവണൻ വിചാരിച്ചു, ഇതിപ്പോ ആരാ മറിഞ്ഞിരുന്നത്, ദിഗ്വിജയം ചെയ്ത് വരുന്നത് എന്നോടാണോ പറയാനെന്ന് പറഞ്ഞ് കാലെടുത്ത് വെച്ചു അത്രേ. വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അവിടെ കാവലിനിരുന്നു. തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ടൊന്ന് രാവണനെ തോണ്ടിന്നാ പറയണത്. കുറെ കഴിഞ്ഞിട്ട്, കുറെ ദിവസം കഴിഞ്ഞിട്ടല്ല രാവണന് ബോധം വരുന്നത്. കണ്ണൊഴിച്ച് നോക്കുന്ന സമയത്ത് മണ്ടോദരി വീശിക്കൊണ്ടിരിക്കുക. രാവണൻ പറഞ്ഞു, ഞാൻ സുതലത്തിലേക്കാണല്ലോ പോയത്, ഇവിടേക്ക് എങ്ങനെ എത്തിയതെന്ന് എനിക്കും അറിയില്ല. അതാ പെട്ടെന്ന് അങ്ങ് ഇവിടെ വീഴുന്നത് കണ്ടു. ഇത്രയും കാലമായിട്ട് ഞാൻ 5-6 ദിവസമായി ഞാൻ വീശിക്കൊണ്ടിരിക്കുക, അങ്ങ് എപ്പോഴാണ് കണ്ണു തുറക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ മഹാബലിയെയും സംരക്ഷിച്ചുകൊണ്ട് വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല വേറൊരു അനുഗ്രഹവും കൂടി കൊടുത്തു. എന്താ അനുഗ്രഹം കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടുത്ത, അതായത് ഇപ്പോ വൈവസ്വത മന്വന്തരമാണ്, ഇനി വരാൻ പോകുന്ന സാവർണി മന്വന്തരം, അടുത്ത മന്വന്തരത്തില് അങ്ങായിരിക്കും ഇന്ദ്രനായിട്ട് ഭവിക്കുക. ഇന്ദ്ര പദവിയും പുരന്തരൻ എന്ന് പറഞ്ഞ മഹാബലിയിൽ നിന്നും സ്വർഗലോകത്തെ മേടിച്ച് വൈവസ്വത മന്വന്തരത്തില് പുരന്തരൻ എന്ന് പറഞ്ഞ ഇന്ദ്രന് കൊടുത്ത ഭഗവാൻ പറയുന്നു, ഇനി സാവർണി എന്ന് പറഞ്ഞ അടുത്ത മന്വന്തരത്തില് ഈ പുരന്തരന്റെ അടുത്തുനിന്ന് ഈ സ്വർഗം ഞാൻ മേടിച്ച് അങ്ങേക്ക് തന്നിരിക്കണോ, അങ്ങനെയാണ് അടുത്ത ഇന്ദ്രൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചതായിട്ടുള്ള കഥ ഭഗവാന്റെ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം ഓണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. മഹാബലി വരുന്നു, കാണുന്നു എന്നുള്ള ഐതിഹ്യം, കഥകൾ, അതിലേക്കൊന്നും ഇപ്പം സമയമില്ല, വെറുതെ കിടക്കുന്നില്ല ഞാൻ. അതൊക്കെ ധാരാളം നിങ്ങൾ കേട്ടതാണ്. ഇനിയിപ്പോൾ എത്ര ആചാര്യന്മാരെ ഏതൊക്കെ ഭാഗവത കഥകളിൽ വെച്ച്, ഏതൊക്കെ സത്സംഗങ്ങളിൽ വെച്ച് എത്രയൊക്കെ പറഞ്ഞാലും 95% പേരും മഹാബലി എന്നവരെ കാണാൻ വരുന്നു കേരളത്തിലേക്ക് എന്നേ പറയുള്ളൂ. അതാണ് ഓണമെന്നേ പറയുള്ളൂ. എല്ലാം തിരുവോണം ഭഗവാൻ ജനിച്ച ദിവസമാണ്, ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ച ദിവസമാണ്. ആ വാമനമൂർത്തിയായ അവതരിച്ച ഭഗവാനെ സ്വീകരിക്കാനായിക്കൊണ്ടാണ് ഭഗവാന്റെ ജന്മദിനമായിട്ട് തിരുവോണം നമ്മൾ ഉത്സാഹമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ള കഥകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയോ ശാസ്ത്രങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. മഹാബലി കേരളമൊന്നും ഭരിച്ചിട്ടില്ല. ഈ നർമ്മദ എന്നുള്ളത് ഭൃഗുകച്ചം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മഹാബലി യാഗം ചെയ്തത്. അതിന്ന് ഭറൂച്ച് എന്ന് പറഞ്ഞ സ്ഥലമാണ്, ബറോഡയ്ക്കടുത്ത് ഗുജറാത്തിൽ. അവിടെയാണ് നർമ്മദ തീരത്താണ് ചെയ്തത്. നർമ്മദ അവിടെയാണ് ഒഴുകുന്നത്. അപ്പോൾ അവിടെയാണ് ഭഗവാൻ പോയത്. ഇതൊക്കെയാണ് ഭഗവാൻ അനുഗ്രഹിച്ചത് എന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പോഴും 95% ആൾക്കാർ ഭഗവാൻ വാമനമൂർത്തിയെ ചവിട്ടി അങ്ങോട്ട് താഴ്ത്തി പാതാളത്തിലേക്ക് എന്തോ കരുണ കൊണ്ട് വർഷത്തിലൊരു ദിവസം നമ്മുടെ കയ്യിൽ നിന്നുള്ള പായസവും ചോറും മേടിക്കാൻ പാവം കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് വർഷത്തിലൊരിക്കൽ വരികയാണ് എന്നൊക്കെയാണ് കഥകൾ പറഞ്ഞു പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൗമാര ആചരയിൽ പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ എന്ന് പ്രഹ്ലാദൻ പറഞ്ഞത്. നമ്മളൊന്നും കുട്ടികളെ വേണ്ടതൊന്നും പഠിപ്പിക്കുന്നില്ല, ശാസ്ത്രമൊന്നും പഠിപ്പിക്കുന്നില്ല. അവരെവിടെന്നെങ്കിലും കെട്ടുകഥകൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന പത്രത്തിലും വാരികയിലും അല്ലെങ്കിൽ ഇതിനോടനുബന്ധികമായിട്ട് ആ സമയത്ത് വരുന്ന സീരിയലും ഒക്കെ കണ്ട് അതൊക്കെ തെറ്റിദ്ധരിച്ച് നല്ല ഒരു കുടവേറും മനസ്സിലായി. ഒരു ദിവസം 500 രൂപ തരാമെന്ന് പറഞ്ഞ വെയിലത്ത് മഹാബലി നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരാ മഹാബലി നോക്കൂ, ഭഗവാനാൽ അനുഗ്രഹീതനായിട്ടുള്ള മഹാബലി പ്രഹ്ലാദൻ എന്ന് പറയുന്നു. അന്ന് പോലും എന്നെ പോലും അങ്ങ് കൈകൊണ്ടാണ് അനുഗ്രഹിച്ചത്. പക്ഷേ
എൻ്റെ പൗത്രനെ അങ്ങയുടെ പാദം കൊണ്ട് അനുഗ്രഹിച്ചില്ലേ, എന്ത് ഭാഗ്യമാണ് എൻ്റെ പൗത്രൻ സിദ്ധിച്ചത് എന്ന് പ്രഹ്ലാദൻ പോലും ഭഗവാനോട് സ്തുതിക്കുന്നതായിട്ടുള്ള മഹാബലി. സ്വർഗത്തെക്കാൾ സുന്ദരമായിട്ടുള്ള സുന്ദരം കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിച്ച മഹാബലി, സ്വയം വാമനരൂപനായിക്കൊണ്ട് മഹാബലിക്ക് സുന്ദരത്തിൽ കാവലിരിക്കുന്നതായിട്ടുള്ള ആ മഹാബലി, ഇതാ അടുത്ത സാവർണി മന്വന്തരത്തിൽ ഇന്ദ്രസ്ഥാനം ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിച്ച മഹാബലി. ആ മഹാബലിയാണ് നമ്മൾ ഇത്തരത്തിലൊക്കെ കോമാളി വേഷം കെട്ടിച്ച് ആ ഭക്തരെ നമ്മൾ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭഗവാനെ സ്മരിക്കേണ്ട, ഭഗവത് ഭക്തന്മാരെ സ്മരിച്ചാൽ മതി. യമധർമ്മനും യമപാർഷദന്മാരും നടത്തിയ അജാമള ആ ഉപാഖ്യാനത്തിലുള്ള കഥയിൽ അവിടെ പറയുന്നുണ്ട് 12 ദ്വാദശ മഹാത്മാക്കളെ കുറിച്ച്, ഭാഗവതോത്തമന്മാരെ കുറിച്ച്. അതിലൊരാളാണ് മഹാബലി. അവിടെ പറഞ്ഞത് ബലി വയ്യാസകി വയം എന്ന് പറയുകയാണ്. ബലി ആ 12-ൽ ഒരാളാണ്. അങ്ങനെ ഭാഗവതം പറയുന്നതായിട്ടുള്ള ബലിയെ നമ്മളെ സ്മരിച്ചാൽ മതി. ബലിയെ നമുക്ക് മുക്തി കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല, ഭഗവാൻ അനുഗ്രഹം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ബലിചരിതം പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഉച്ചത്തെ പ്രഭാഷണം തൽക്കാലം സമയം അധികമായി ക്ഷമയോജിക്കുന്നു നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ, അടുത്തതായിട്ടുള്ള ഭാഗങ്ങൾ വാമനദുരിതം വരെ പറഞ്ഞു. മത്സ്യാവതാരം മുതൽ സൂര്യവംശ ചന്ദ്രവംശ കഥകൾ, ദശമത്തിലെ ഉണ്ണിക്കണ്ണൻ്റെ ശ്രീകൃഷ്ണ അവതാരം വരെയുള്ള ഭാഗങ്ങളാണ് ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കഥകളായിട്ട് പറയേണ്ടത്. പാരായണവും കുറെ ചെയ്യാനുണ്ട്. തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തി ഭഗവാന് അമൃതത്വം സമർപ്പിച്ച് നമുക്കെല്ലാം ഭക്ഷണത്തിനായിട്ട് പോകാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരെങ്കിലും അമൃതത്വം പാടാം.